പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ക്ലാസ്സുകൾ അനേകർക്ക് അനുഭവമായി മാറുന്നുവെന്ന് നമുക്ക് പ്രവാചക ശബ്ദത്തിൽ ധാരാളം ഇമെയിലുകൾ ദിവസേന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മളെ അറിയിക്കാറുണ്ട്. ഇന്ന് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഏതാനും റാൻഡംലി പിക്ക് ചെയ്തതാണ് ഏതാനും ചില ഇമെയിലുകൾ നമുക്ക് കിട്ടിയ ഇമെയിലുകൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ച് മറ്റുള്ളവരുടെ ബോധ്യങ്ങൾ, മറ്റുള്ളവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഏതാനും 1-2 മെയിലുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുക. ആദ്യമായിട്ട് സോഫി ജോസഫ് എന്ന സഹോദരി അയച്ചിരിക്കുന്ന മെയിലാണ്. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് അറ്റൻഡിങ് അരുൺ അച്ഛൻസ് ക്ലാസ്സസ്. വിശ്വാസ സംബന്ധിയായ ഒത്തിരി സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു. ട്രിനിറ്റി, ചർച്ച്, ക്രൈസ്റ്റ് തുടങ്ങിയവയെക്കുറിച്ച് ധാരാളം അറിവുകൾ ലഭിക്കുന്നു. ഈ സംരംഭം വളരെ ആത്മീയ അനുഗ്രഹങ്ങൾ വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്നു. പ്രവാചക ശബ്ദത്തിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സോഫി. രണ്ടാമതായിട്ട് ജോബി ജോസഫ് മെയിൽ അയച്ചിരിക്കുകയാണ്. I am a participant in the above study. First of all, I must thank you for organizing such a great study. My compliments to you all. പിന്നെ തുടർന്ന് അദ്ദേഹം ഏതാനും സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ സമയദൈർഘ്യം കുറച്ചുകൂടെ കൂട്ടണം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് വളരെ ഷോർട്ടാണ്, 2 ആഴ്ച കൂടുമ്പം നടത്തുന്നതിനാൽ കുറച്ചുകൂടി എല്ലാ ആഴ്ചകളും നടത്തുവാണെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അവസാനം അദ്ദേഹം പറയുകയാണ്, ഓവറോൾ ദ ക്ലാസ്സസ് ആർ ഗോയിങ് ഫാന്റാസ്റ്റിക്, ടച്ചിങ് അപ്പോൺ വേരിയസ് അതർ ഫെയ്ത്ത് മാറ്റേഴ്സ് ബിയോണ്ട് വത്തിക്കാൻ കൗൺസിൽ ടു ഓൾസോ. Once again, our sincere gratitude and compliments to Father and to your team. Thank you, Joby, for your kind words. അടുത്തതായിട്ട് മത്തായി സാമുവൽ മെയിൽ അയച്ചിരിക്കുകയാണ്. ക്ലാസ്സുകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കുന്നു. ഒരുപാട് പുതിയ അറിവുകൾ സഭയെപ്പറ്റി അച്ഛൻ ലളിതമായി പഠിപ്പിച്ചു. പ്രവാചക ശബ്ദം ടീമിനും പ്രത്യേകാൽ ബഹുമാനപ്പെട്ട അരുൺ കലമറ്റത്തിൽ അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു മത്തായി സാമുവൽ. അടുത്തതായിട്ട് ബെൻസി വർഗീസ് അയച്ചിരിക്കുകയാണ്. വെരി ഗുഡ് ക്ലാസ്സസ്, വി ക്യാൻ അപ്ലൈ ഇൻ അവർ ഡെയിലി ലൈഫ്. താങ്ക് യു ബെൻസി. അടുത്തതായിട്ട് ഷാജി പൈലി ഫ്രം ദുബായ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, താങ്ക്സ് ഫോർ അറേഞ്ചിങ് സച്ച് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റഡി സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ആൻഡ് ദ ടീച്ചർ ഫാദർ അരുൺ കലമറ്റസിൽ ഈസ് ജസ്റ്റ് ഓസം. തുടർന്ന് അദ്ദേഹവും ചില സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവസാനമായിട്ട് അദ്ദേഹം പറയുകയാണ്, സ്പെഷ്യൽ താങ്ക്സ് ആൻഡ് അപ്രീഷിയേഷൻ ടു ഫാദർ അരുൺ. ഗോഡ് മേ ബ്ലസ് ഓൾ യുവർ എഫേർട്സ്. പ്രിയപ്പെട്ടവരെ, സമയദൈർഘ്യം കൊണ്ട് അവസാനമായിട്ട് ഒരു മെയിലും കൂടെ ഞാൻ വായിക്കുകയാണ്. ഇത് UK നിന്ന് ജെറിൽ എന്ന ഒരു സഹോദരൻ അയച്ച ഒരു ഇമെയിലാണ്. അദ്ദേഹം പറയുകയാണ്, ബഹുമാനപ്പെട്ട അരുണച്ച, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെറിൽ. ഞാൻ UK നിന്നുമാണ് ഈ മെസ്സേജ് അയക്കുന്നത്. വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് മാർട്ടിൻ എന്ന സഹോദരൻ നടത്തുന്ന ടോക്കുകളിൽ ആകൃഷ്ടനായി ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ അംഗമായിരുന്നു. 1.5-2 വർഷക്കാലത്തോളം ഈ ഗ്രൂപ്പുകൾ ഞാൻ ഫോളോ ചെയ്യുകയും അദ്ദേഹത്തിന്റെ ടോക്കുകൾ കേൾക്കുകയും ചെയ്തിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും എല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നതിനാൽ അദ്ദേഹം സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ അച്ഛൻ നയിക്കുന്ന ഈ ക്ലാസ്സുകളിലൂടെ പരിശുദ്ധാത്മാവാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലൂടെ സംസാരിക്കുന്നത് എന്ന വലിയ സത്യം തിരിച്ചറിയുകയും ഇത്തരം സഭാവിരുദ്ധ ഗ്രൂപ്പുകളിൽ നിന്നും ഞാൻ പുറത്തു വരികയും ചെയ്തു. അച്ഛന്റെ ക്ലാസ്സുകൾ കൂടിയപ്പോൾ ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. അച്ഛന്റെ ഈ ക്ലാസ്സുകളിലൂടെ അനേകർ സഭയെ കൂടുതൽ സ്നേഹിക്കുന്നതിനും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ സഭയിലേക്ക് തിരിച്ചു വരുന്നതിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര മനോഹരവും ലളിതവുമായി സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ നൽകുന്നതിന് അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഏതാനും ചില മെയിലുകൾ മാത്രമാണ് വായിച്ചത്. നിങ്ങൾക്ക് തുടർന്നും ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. സജഷൻസ് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും. ക്ലാസിന്റെ അവസാനം ചോദ്യോത്തര വേളയിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺ കലമറ്റത്തിൽ അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ക്ലാസ്സുകൾ നയിക്കുന്നതിനായി സ്വാഗതം ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ,
അവിടുന്നാണല്ലോ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും. സത്യവിശ്വാസം അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു നൽകി. ഞങ്ങളെ പഠിപ്പിക്കുന്നതിനാണ് അവിടുന്ന് മനുഷ്യാവതാരം എടുത്തത്. ഭൂമിയിൽ 3 വർഷക്കാലം പരസ്യ ജീവിതത്തിലൂടെ അവിടുന്ന് കടന്നുപോയത് ഞങ്ങളെ ദൈവിക രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നതിനാണ്. കർത്താവായ ഈശോയെ, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ യുഗാന്ത്യം വരെ നിലനിൽക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് പരിശുദ്ധ സഭയെ അത് ഫലമേൽപ്പിച്ചു. തിരുസഭയുടെ നെടുന്തൂണുകളായ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയ്ക്ക് അവിടുന്ന് ദൈവിക രഹസ്യങ്ങൾ കൈമാറി. ആ അപ്പസ്തോല സംഘത്തിന്റെ കൂട്ടായ്മയോട് ചേർന്ന് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. കർത്താവായ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പസ്തോലന്മാർക്ക് അവിടുന്ന് പകർന്നു നൽകിയതും അവർ ഞങ്ങൾക്ക് പകർന്നു തന്നതുമായ സത്യവിശ്വാസത്തെ ആഴത്തിൽ അറിയാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അവിടുന്നാണ് പഠിപ്പിക്കുന്നതും അവിടുന്നാണ് സകല ജ്ഞാനത്തിന്റെ ഉറവിടവും. അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം സംസാരിക്കാനും അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം കേൾക്കാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവെ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മ ദൈവിക രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ദൈവിക കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഞങ്ങളെ ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആമേൻ. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുറച്ച് എന്താ പറയാ, കുറച്ച് വലിയൊരു വിഷയം കവർ ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുമാത്രം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ലുമൻജൻസ്യത്തിന്റെ 5ാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ എത്തിയത്. ഞാൻ പരമാവധി ഒരു പാരഗ്രാഫ് ഒരു ക്ലാസ്സിൽ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു വാചകം, ഒരു സെന്റൻസ് നമുക്കൊരു 4-5 ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റില്ല. അത്രമാത്രം ഡെപ്ത് ഉള്ളതാണ്. അതിന്റെ ഓരോ പദങ്ങളുടെയും പുറകിൽ അത്രമാത്രം ഒരു ആശയലോകമെന്ന് മാത്രമല്ല പറയേണ്ടത്, ഒരു ദൈവിക വെളിപാടിന്റെ ഒരു സമ്പത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനെ മുഴുവനും തുറന്നെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ദൗത്യമാണ്. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെ എങ്കിലും ഒന്ന് ഓടിക്കടന്നു പോകാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ 4 പാരഗ്രാഫുകൾ ഞാൻ ഒരുവിധം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് 5ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആദ്യ ഭാഗമാണിത്. അത് സഭയെന്ന ദൈവിക രഹസ്യത്തെക്കുറിച്ചാണ്. തിരുസഭ ഒരു മിസ്റ്ററിയാണ്, രഹസ്യമാണ്. അഥവാ മറഞ്ഞിരിക്കുന്നത്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയാത്ത ദൈവിക രഹസ്യം ഉൾച്ചേർന്നിരിക്കുന്നതായതുകൊണ്ടാണ് അതിനെ രഹസ്യം എന്ന് വിളിക്കുന്നത്. കർത്താവിന്റെ സഭ എങ്ങനെയാണ് ഒരു രഹസ്യമായിരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ ഒരു തുടർ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. 5ാമത്തെ പാരഗ്രാഫ് അത് ദൈവരാജ്യം എന്ന് പറയുന്ന വിഷയമാണ്. ദൈവരാജ്യം, തിരുസഭ ദൈവരാജ്യമാണ് എന്നതിനെ കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ എന്താണ് പറയുന്നത്, അതെങ്ങനെയാണ് പറയുന്നത് എന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുസഭ ഒരു ദൈവരാജ്യമാണ് എന്നതിനെ കുറിച്ച് എന്താണ് തിരുസഭയ്ക്ക് പറയാനുള്ളത്, എന്താണ് വചനത്തിലൂടെയൊക്കെ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ സത്യത്തിൽ നിന്ന് കാണാൻ പോകുന്നത്. ഒരു ചെറിയ പാരഗ്രാഫാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ഓർത്തെങ്കിലും അതിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഒരല്പം വായിച്ചിട്ട് പോകുന്നത് ചിലപ്പോൾ നമുക്ക് ഉചിതമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് കമന്ററി മാത്രം പറയുകയും ഒറിജിനൽ സോഴ്സ് നമ്മൾ കേൾക്കാതെ പോവുകയും ചെയ്യുന്ന ഉചിതമല്ല. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അതിന്റെ ഒരു 2 പാരഗ്രാഫേ ഉള്ളൂ, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പരിശുദ്ധ സഭയുടെ രഹസ്യാത്മകത അവളുടെ സംസ്ഥാപനത്തിൽ തന്നെ പ്രകടിതമായി. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാക്കുകളാൽ തിരുലിഖിതങ്ങളിൽ യുഗങ്ങളായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന്റെ മംഗളവാർത്ത വിളംബരം ചെയ്തുകൊണ്ടാണ് കർത്താവായ ഈശോ തന്റെ സഭയ്ക്ക് ആരംഭമിട്ടത്. മിശിഹായുടെ വചനത്തിലും പ്രവൃത്തികളിലും സാന്നിധ്യത്തിലും ഈ ദൈവരാജ്യം മനുഷ്യർക്ക് പ്രകാശിതമായി. കർത്താവിന്റെ വചനത്തെ വയലിൽ വിതച്ച വിത്തിനോടാണ് സുവിശേഷം താരതമ്യപ്പെടുത്തുന്നത്. വിശ്വാസത്തോടെ അതിനെ ശ്രവിച്ച് മിശിഹായുടെ ചെറിയ അജഗണത്തിൽ എണ്ണപ്പെടുന്നവർ ഈ രാജ്യം സ്വീകരിച്ചവരാണ്. ഈ വിത്ത് സ്വന്തം ചൈതന്യത്താൽ തന്നെ മുളച്ച് കൊയ്ത്തുകാലം വരെ പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ അത്ഭുതങ്ങളും ഭൂമിയിൽ ദൈവരാജ്യം ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും വന്ന ദൈവപുത്രനും മനുഷ്യപുത്രനുമായ മിശിഹായുടെ തന്നെ വ്യക്തിത്വത്തിൽ ഈ ദൈവരാജ്യം എല്ലാറ്റിനും മുൻപ് പ്രകാശിതമായി. ഈശോ മനുഷ്യർക്ക് വേണ്ടി കുരിശുമരണം വരിച്ച് ഉയർത്തപ്പോൾ കർത്താവും മിശിഹായും പുരോഹിതനുമായി നിത്യകാലത്തേക്ക് സ്ഥാപിക്കപ്പെട്ടവനായി വെളിപ്പെടുകയും പിതാവിനാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ അവൻ തന്റെ ശിഷ്യന്മാരിൽ ചൊരിയുകയും ചെയ്തു. തന്മൂലം തന്റെ സ്ഥാപകന്റെ ദാനങ്ങളാൽ സുസജ്ജയായ സഭ അവിടുത്തെ സ്നേഹത്തിന്റെയും എളിമയുടെയും ആത്മത്യാഗത്തിന്റെയും അനുശാസനങ്ങൾ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട്
മിശിഹായുടെയും ദൈവത്തിന്റെയും രാജ്യം പ്രഘോഷിക്കാനും എല്ലാ ജനപദങ്ങളിലും അത് സംസ്ഥാപിതമാക്കാനുമുള്ള ദൗത്യം സ്വീകരിക്കുകയും ഭൂമിയിൽ ഈ രാജ്യത്തിന്റെ മുകുളവും പ്രാരംഭവും ഇടുകയും ചെയ്തു. സഭ അതിനിടെ അനുക്രമം വളരുകയും ഈ രാജ്യത്തിന്റെ പൂർത്തിക്കായി വ്യഗ്രതപ്പെടുകയും സർവശക്തിയോടും കൂടെ തന്റെ രാജാവിനോട് മഹത്വത്തിൽ ഒന്നായി ചേരാൻ പ്രത്യാശിക്കുകയും അഭിവാഞ്ചിക്കുകയുമാണ്. നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. വളരെ വലിയൊരു വിഷയമാണ് ഇത്. വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു ചെറിയ പാരഗ്രാഫിനകത്തേക്ക് അത് ഒതുക്കിയത് എങ്ങനെയാണ് എന്ന് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ദൈവരാജ്യം എന്ന പദം യഥാർത്ഥത്തിൽ ബാസിലേയ തൗതേയോ എന്നാണ് അതിന്റെ ഗ്രീക്ക്. ബാസിലേയ എന്ന് പറഞ്ഞാൽ രാജ്യം എന്നാണ് അർത്ഥം. ബാസിലേയ നമുക്ക് അങ്ങനെ ചില വാക്കുകളൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നതല്ല. ബാസിലേയ രാജ്യം, അതിനെ കുറിച്ച് നമുക്ക് തുടർന്ന് പറയേണ്ടതുണ്ട്. നമ്മളിന്ന് വായിച്ചു കേട്ടതിനകത്തുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ചില പശ്ചാത്തലവും പിന്നെ വേറെ ചില കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ മംഗളവാർത്ത, ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന്റെ മംഗളവാർത്ത വിളംബരം ചെയ്തുകൊണ്ടാണ് കർത്താവായ മിശിഹ തിരുസഭയ്ക്ക് ആരംഭമിട്ടത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു വാചകമാണ് വത്തിക്കാൻ കൗൺസിൽ നമ്മളോട് പറയുന്നത്. ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന്റെ മംഗളവാർത്ത, അതായത് സ്വർഗരാജ്യം വരാനിരിക്കുന്നു എന്ന വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത, അത് വിളംബരം ചെയ്തുകൊണ്ടാണ് കർത്താവ് തന്റെ സഭയ്ക്ക് ആരംഭമിട്ടത്. നമ്മൾ ശ്രദ്ധിക്കണം, ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്ത് ആദ്യം പറയുന്ന കാര്യം അനുദപിക്കുവിൻ, ദൈവരാജ്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ദൈവരാജ്യം ഇതാ അടുത്തെത്തിയിരിക്കുന്നു, ഉടൻ തന്നെ നിങ്ങളത് കാണും എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കർത്താവ് ഉടൻ തന്നെ അത് കാണാനുള്ള ഒരു ഭാഗ്യം ലോകത്തിന് നൽകിക്കൊണ്ട് തന്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സഭയുടെ അടിത്തറയിട്ടു. അതായത് ദൈവരാജ്യം സമാഗതമായിരിക്കുന്നുവെന്ന് അരുൾ ചെയ്ത കർത്താവ്, ദൈവരാജ്യം ദാ തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്ന് അരുൾ ചെയ്ത കർത്താവ് ആ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത് എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയുടെ സംസ്ഥാപനത്തിലൂടെ. സത്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇനിയുള്ള സമയം നമുക്ക് കൂടുതൽ പറയേണ്ടതുണ്ട്. എന്നാലും ആരംഭത്തിൽ ഒരു കാര്യം പറയാം. പരിശുദ്ധ സഭ അത് കർത്താവ് ആഗ്രഹിച്ച് സംസ്ഥാപിച്ചതാണെന്നും കർത്താവ് തിരുസഭയെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം എടുത്തത് എന്നും വചനത്തിലൂടെ സൂക്ഷ്മമായി കടന്നു പോകുന്ന ഒരാൾക്ക് മനസ്സിലാവും. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി സഭ എന്നൊക്കെ പറയാറില്ലേ, സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. അതൊരു നെഗറ്റീവ് അർത്ഥത്തിലാണ്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവ് തിരുസഭയെ സ്ഥാപിക്കുക തന്നെ ചെയ്തു. ഈശോ തന്നെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. കർത്താവ് അത് സ്ഥാപിച്ചു. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. ഈശോ അതിന് അടിത്തറയിട്ട് അതിന്മേൽ പണിതുയർത്തി എന്നുള്ളതാണ് സത്യം. ആ പണിയലിന് ഒരുക്കമാണ് കർത്താവ് തന്റെ ജ്ഞാനസ്നാനത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രഖ്യാപനം. അപ്പൊ അതുകൊണ്ട് അത് അരുൾ ചെയ്തുകൊണ്ടാണ് കർത്താവ് തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത്. അഥവാ സഭ സ്ഥാപനത്തിന്റെ അടിത്തറ ഇടൽ, അതിന്റെ വാനമൊക്കെ മാന്തി അടിത്തറയിട്ട് അതിന്റെ പണി ആരംഭിക്കുന്നത് ഈ ഒരു കാര്യം അരുൾ ചെയ്തുകൊണ്ടാണ്. ഇനി എങ്ങനെയാണ് കർത്താവ് ഈ രാജ്യത്തിന് അടിത്തറയിട്ടത്, രാജ്യം സ്ഥാപിച്ചത് എന്നാണ് രണ്ടാമത്തെ നമ്മൾ കാണാൻ പോകുന്ന കാര്യം. എങ്ങനെയാണ് കർത്താവ് ഇത് സ്ഥാപിച്ചത്? 3 കാര്യങ്ങളിലാണ്. 3 കാര്യങ്ങളിലൂടെയാണ് ദൈവരാജ്യം സംസ്ഥാപിക്കപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത് മിശിഹായുടെ വചനത്തിലൂടെ. ശ്രദ്ധിക്കണം, ഒന്നാമത് മിശിഹായുടെ വചനത്തിലൂടെ, ഈശോ അരുൾ ചെയ്ത ദൈവിക രഹസ്യങ്ങളിലൂടെ. വചനം മാംസമായി തീർന്ന അവിടുന്ന് തന്നെയാണ്. അവിടുന്ന് പകർന്നു നൽകിയ ദൈവിക രഹസ്യങ്ങളിലൂടെ കർത്താവ് സത്യത്തിൽ ദൈവരാജ്യത്തിന് അടിത്തറയിടുകയായിരുന്നു. ഈശോയുടെ പ്രബോധനങ്ങളിലൂടെ ദൈവം ആരാണ്, മനുഷ്യൻ ആരാണ്, സ്വർഗം എന്താണ്, നരകം എന്താണ്, എന്താണ് ദൈവത്തിന്റെ ഹിതം, എങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ക്രൈസ്തവ ധാർമ്മികത എന്താണെന്ന് തുടങ്ങി കർത്താവ് പഠിപ്പിച്ച സകല വചനങ്ങളിലും കർത്താവ് തൻ്റെ ദൈവരാജ്യത്തിന് അടിത്തറയിട്ടു കർത്താവിന്റെ വചനങ്ങളിലൂടെ. ഇനി പറയാൻ പോകുന്നത് കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയാമോ, പലപ്പോഴും നമ്മൾ വചനം എന്തുകൊണ്ട് പറയുമ്പോൾ, വചനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കാറുള്ളത് എന്താണ്? ഈശോ അരുൾ ചെയ്ത വാക്കുകളെയും വാചകങ്ങളെയാണ് നമ്മൾ പലപ്പോഴും വചനം എന്നതുകൊണ്ട് സാധാരണഗതിയിൽ മനസ്സിലാക്കാറുള്ളൂ. നമ്മുടെ ഒരു വിഷയം അത് ശരിക്കും പറഞ്ഞാൽ അടുത്ത അധ്യായത്തിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്. ദൈവബന്ധുവിനെ കുറിച്ച് പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമല്ലോ. അതായത് വചനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കരുതാറുള്ളത് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈശോ അരുൾ ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെയാണ്. അത് മാത്രമല്ല വചനം. അത് ഈശോയുടെ വാക്കുകൾ ഈശോയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമല്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈശോ വേറെ, ഈശോ പറഞ്ഞ കാര്യം വേറെ. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ചിലപ്പോൾ അങ്ങനെയാകാം. അവര് പറയുന്ന വാക്കുകൾ വേറെ,
അവര് വേറെ, അങ്ങനെയാണ്. എന്നാൽ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ ഈ വചനവും ഈശോയും ഒന്ന് തന്നെയാണ്, വേർതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 3 കാര്യങ്ങൾ എടുത്തു തന്നെ പറയണം. ഒന്നാമത്തേത്, മിശിഹായുടെ വചനത്തിലൂടെ എങ്ങനെയാണ് ദൈവരാജ്യം അന്ന് മനുഷ്യർക്ക് പ്രകാശിതമായത്, എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ലോകം ഈ ദൈവരാജ്യത്തെ കണ്ടത്? ഒന്നാമത്, ക്രിസ്തുവിന്റെ മിശിഹായുടെ വചനത്തിലൂടെ ഈശോയെ ദൈവരാജ്യം അവർ അനുഭവിക്കാൻ തുടങ്ങി. രണ്ടാമത്, ഈശോയുടെ പ്രവൃത്തികളിലൂടെ ദൈവരാജ്യം പ്രകടമായി. എന്ന് പറഞ്ഞാൽ ഈശോ ചെയ്ത സകല അത്ഭുതങ്ങൾ നമ്മൾ വായിച്ചു കേട്ടിരുന്നു. ഈശോ ചെയ്ത അത്ഭുതങ്ങളും പിശാചുക്കളെ ബഹിഷ്കരിക്കലും ഒക്കെ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈശോ അരുൾ ചെയ്തത്, ഞാൻ ദൈവത്തിന്റെ, ഇപ്പം അവര് പറഞ്ഞു, യഹൂദര് അവരൊക്കെ ഇങ്ങനെ കർത്താവിനെ എതിർക്കാൻ വന്നവര് കർത്താവിനോട് പറഞ്ഞു, നീ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നൊക്കെ പറഞ്ഞു. ഈശോ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. അതായത് കർത്താവിന്റെ പിശാച് ബഹിഷ്കരിക്കൽ ഉൾപ്പെടെയുള്ള സകല അത്ഭുതങ്ങളിലും അവിടുന്ന് ചെയ്ത എല്ലാ പ്രവൃത്തികളിലും സ്ഥാപിക്കപ്പെടുകയായിരുന്നു ദൈവരാജ്യം. ഈശോ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഈശോ തന്നെയാണ്. ഈശോ അരുൾ ചെയ്ത എല്ലാ വാക്കുകളും ഈശോ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈശോ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ഉൾപ്പെടണം എന്ന് ചോദിച്ചാൽ ദ വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയണം. ഈശോ എന്ന വ്യക്തി പൂർണ്ണമാകുന്നത് ഇൻ ഈസ് വേർഡ്സ് ആൻഡ് ഡീഡ്സിലാണ്. അതായത് ഈശോയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും കൂടെ ഒരുമിച്ചാണ് മിശിഹ സന്നിഹിതനാകുന്നത്, അവതീർണനാകുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മിശിഹായുടെ വാക്കുകൾ മാത്രം എടുത്താൽ പോരാ, മിശിഹായുടെ പ്രവൃത്തികളും കൂടി എടുക്കണം. ഇതൊരു വലിയ ആത്മീയ രഹസ്യം കൂടിയാണ്. പലപ്പോഴും പ്രൊട്ടസ്റ്റന്റുകാർക്ക് പറ്റുന്ന ഒരു വലിയൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? ദേ ഫോളോ സോള സ്ക്രിപ്റ്റൂര. അവർ കുറെ സോളോകൾ പിന്തുടരുന്നു. സോളോ സ്ക്രിപ്റ്റൂര, സോള ഗ്രാസിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ സോള സ്ക്രിപ്റ്റൂര എന്ന് പറഞ്ഞാൽ വചനം മാത്രം മതി, ബൈബിൾ ഇങ്ങെടുത്ത് അത് മാത്രം മതി, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഇനി സോള ഗ്രാസിയ, കൃപ മാത്രം മതി, എനിക്ക് നിന്റെ കൃപ മതി എന്ന് കർത്താവ് പറഞ്ഞില്ല, അതുകൊണ്ട് കൃപ മാത്രം മതി. ഇങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ അവരെടുത്തിട്ട് അത് മാത്രം മതി. ഫെയ്ത്ത്, സോള ഫേദെ, ഫെയ്ത്ത് മാത്രം മതി, വിശ്വാസം മാത്രം മതി, അതുകൊണ്ട് ഇങ്ങനെ കുറെ എന്താ പറയാ ഒരു സൈഡ് ലൈൻഡ് ആയിട്ടുള്ള ഒരു കഷ്ണം മാത്രം മതി എന്ന് വാദിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവരുടെ ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് വചനം മാത്രം മതി, ഈശോ അരുൾ ചെയ്ത വാക്കുകൾ മാത്രം മതി എന്ന് അവർ വിചാരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ബൈബിളിനകത്തൊരു കഷ്ണം എടുക്കും, അതിനെ അവർക്ക് മനസ്സിലാകുന്നത് പോലെ അവർ വ്യാഖ്യാനിക്കും. വചന വ്യാഖ്യാനത്തെ കുറിച്ച് അടുത്ത അധ്യായത്തിലാണ് പറയേണ്ടത്, ഇപ്പോഴല്ല എന്ന് എനിക്കറിയാം. എന്നാലും അവരതിനെ വചനത്തെ അങ്ങനെ അത് മാത്രം വ്യാഖ്യാനിക്കും. ഈശോയുടെ പ്രവൃത്തികളെ തള്ളിക്കളയും. അതെവിടെ ഈശോയുടെ പ്രവൃത്തികളെ തള്ളിക്കളയും? ഈശോയുടെ പ്രവൃത്തിയാണ്. ഉദാഹരണം പറഞ്ഞാൽ ധാരാളം കാര്യം. കൂദാശകളുടെ സംസ്ഥാപനം, ഓരോ കൂദാശകൾ കർത്താവ് സ്ഥാപിക്കുന്നത് ഈശോയുടെ പ്രവൃത്തിയാണ്. തിരുസഭ യഥാർത്ഥ കൂദാശ, തന്റെ തന്നെ കൂദാശയാകുന്ന സഭയെ സ്ഥാപിക്കുന്നത്, പൗരോഹിത്യത്തെ സ്ഥാപിക്കുന്നത്. ഇങ്ങനെ തുടങ്ങുന്ന വിവാഹം ഒരു കൂദാശ, ഇങ്ങനെ തുടങ്ങുന്നതൊക്കെ ഈശോയുടെ പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികളെ വിശുദ്ധ കുർബാനയുടെ സംസ്ഥാപനം ഈശോയുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികളെ മാറ്റിവെക്കുന്നത് കൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റുകാർക്ക് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് പൗരോഹിത്യമില്ല, അവർക്ക് കൂദാശകളില്ല, അവർക്ക് വിശുദ്ധ കുർബാനയില്ല, ഒന്നും ഇല്ലാത്തതിന്റെ കാരണം അവർ വചനത്തെ വലിയ അളവിൽ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. വളരെ വലിയ അളവിൽ ഭാഗികമായി മാത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. ഇതിന്റെ വലിയ പ്രതിസന്ധികളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ തുടർന്ന് സംസാരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു മിനിമം എന്താ പറയാ ഒരു ബോധത്തോടെ ചിന്തിക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് ദൈവം ഇവരെന്താ കാണിക്കുന്നത് എന്ന് തോന്നാൻ മാത്രം കാരണങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. നമ്മൾ ദൈവർബുവിനെ കുറിച്ച്, വചനത്തെക്കുറിച്ച്, വചനത്തിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇതിലേക്ക് കൂടുതൽ കടന്നു ചെല്ലും. ഈ സോള സ്ക്രിപ്റ്ററയുടെ ഒക്കെ പ്രോബ്ലം എന്താണെന്നൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കും. എനിവേ, മിശിഹായുടെ വചനത്തിലും മിശിഹായുടെ പ്രവൃത്തികളിലും, മൂന്നാമത് കർത്താവിന്റെ സാന്നിധ്യത്തിലും ദൈവരാജ്യം പ്രകാശിതമായി എന്ന് നമ്മൾ കൗൺസിലിൽ പഠിക്കും. ഈശോയുടെ വാക്കുകളിൽ, ഈശോയുടെ പ്രവൃത്തികളിൽ, ഈശോയുടെ സാന്നിധ്യത്തിനകത്ത് തന്നെ ഈ 3 കാര്യങ്ങൾക്കുള്ളിലാണ് ദൈവരാജ്യം പ്രകാശിതമായത് എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സ്വർഗരാജ്യം, ദൈവത്തിന്റെ ബാസിലേയ, അത് അവതീർണമായത് കർത്താവാകുന്ന ഈശോയുടെ, മിശിഹായുടെ വ്യക്തിത്വത്തിലാണ്. ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ ആകുന്ന വ്യക്തി, ആ വ്യക്തിയാണ് ഇതിന്റെ പൂർണ്ണത.
വചനം മാത്രം എടുത്താൽ ഈശോ പൂർണ്ണമാവില്ല. ഈശോയുടെ പ്രവൃത്തികൾ മാത്രം പെറുക്കിയെടുത്താൽ പൂർണ്ണമാവില്ല. ചിലപ്പോൾ ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഈശോ ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. ഈശോ അന്നത്തെ നിലനിന്ന സംവിധാനങ്ങൾക്കെതിരെ പോരാടിയ ഒരാളായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി നടന്ന ഒരാളായിരുന്നു. രോഗികളോടൊത്തു നടന്ന ആളായിരുന്നു എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ കേട്ടിട്ടുണ്ടാവും. കാരണം അത് എന്താ പറയാ, ഒരു വലിയ പരിധി വരെ ലിബറേഷൻ തിയോളജിയുടെ ഒക്കെ ഒരു വക്താക്കൾ സംസാരിക്കാറുള്ളതാണ്. സമയം കിട്ടുന്ന ഞാൻ അതിനെക്കുറിച്ചും പറയാം. അപ്പോൾ അവര് ഫോക്കസ് ചെയ്യുന്നത് കർത്താവിന്റെ പ്രവൃത്തികളിലാണ്. അതുകൊണ്ട് പലപ്പോഴും സഭ ഒരു സാമൂഹിക പ്രവർത്തന സംവിധാനമാണ് ആകണം എന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കാറുണ്ട്. സത്യത്തിലല്ല. ഇത് മൂന്നൂർ കൂടി ചേരുന്നതാണ്. ഈശോയുടെ വചനം, ഈശോയുടെ പ്രവൃത്തി, ഈശോയുടെ സാന്നിധ്യം. ഇത് മൂന്നൂർ കൂടുന്നതിനെ ഈശോ എന്ന വ്യക്തി എന്ന് വിളിക്കാം. അപ്പൊ സത്യത്തിൽ ക്രിസ്തു എന്ന വ്യക്തിയിലാണ് ദൈവരാജ്യം സംസ്ഥാപിതമായിരിക്കുന്നത്, ദൈവരാജ്യം ലോകം കാണുന്നത്. ഇനി അതുകൊണ്ടെന്താണ് കർത്താവാകുന്ന വ്യക്തിയിലാണ് ദൈവരാജ്യം കാണപ്പെടുന്നത് എങ്കിൽ അതുകൊണ്ടെന്താണ്? 3 കാര്യങ്ങൾ എടുത്തു പറയണം. 1, അതുകൊണ്ട് ഭൂമിയിൽ ദൈവരാജ്യം സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. മിശിഹായാകുന്ന വ്യക്തിയിലാണ് ദൈവരാജ്യം എങ്കിൽ മിശിഹ ഭൂമിയിലേക്ക് കടന്നു വരികയും ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ അവതീർണനാവുകയും, നമ്മൾ ഈ കോഴ്സിന്റെയൊക്കെ അവസാനങ്ങൾ നമ്മൾ എപ്പോഴും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, രക്ഷയുടെ വഴിചൊല്ലി പ്രാർത്ഥിക്കാൻ. ആ ഒരു വലിയ ചരിത്ര സംഭവം നടന്നെങ്കിൽ ദൈവരാജ്യം ആരംഭിക്കപ്പെട്ടു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂവാൻസ്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ്. അതായത് 1, ഭൂമിയിൽ ദൈവരാജ്യം സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിക്കേണ്ട, ആരംഭിച്ചു കഴിഞ്ഞു. അതിനെ സാധൂകരിക്കുന്നതാണ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം. അതുപോലെ മത്തായിയുടെ സുവിശേഷം 12:28 പറയുന്ന ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന കർത്താവിന്റെ വാക്കുകൾ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ഈശോയുടെ വാക്കുകൾ സത്യത്തിൽ ഇതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം അത് തിരുസഭയിലാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ വാസ്തവം, യാഥാർത്ഥ്യം ഇതാണ്: അത് തിരുസഭയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. LGയുടെ ലോമൻ ജിൻസ്യത്തിന്റെ 5-ാമത്തെ പാരഗ്രാഫിൽ നമ്മളിങ്ങനെ വായിക്കും: തന്മൂലം തന്റെ സ്ഥാപകന്റെ ദാനങ്ങളാൽ സുസജ്ജയായ സഭ, തന്റെ സ്ഥാപകന്റെ അഥവാ ഈശോയുടെ ദാനങ്ങളാൽ, കൃപകളാൽ സുസജ്ജയായ സഭ അവിടുത്തെ സ്നേഹത്തിന്റെയും എളിമയുടെയും ആത്മത്യാഗത്തിന്റെയും അനുശാസനങ്ങൾ, കൽപ്പനകൾ വിശ്വാസ്യതയോടെ പാലിച്ചുകൊണ്ട് മിശിഹായുടെയും ദൈവത്തിന്റെയും രാജ്യം പ്രഘോഷിക്കാനും എല്ലാ ജനപദങ്ങളിലും അത് സംസ്ഥാപിതമാക്കാനുമുള്ള ദൗത്യം സ്വീകരിക്കുകയും ഭൂമിയിൽ ഈ രാജ്യത്തിന്റെ മുകുളവും പ്രാരംഭവും ഇടുകയും ചെയ്തു. ദൈവരാജ്യത്തിന്റെ വിത്തുകൾ പാകി. ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് ധാരാളം ഉപമകൾ പറയുന്നുണ്ട് വചനത്തിൽ. ഈശോ ഏറ്റവും കൂടുതൽ അരുൾ ചെയ്യുന്ന ഉപമകൾ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട. ദൈവരാജ്യം കടുകുമണി പോലെയാണ്, ദൈവരാജ്യം വയൽ വിതയ്ക്കപ്പെട്ട വിത്തിന് തുല്യമാണ്, ഇങ്ങനെ കടലിലേക്ക് എറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ് എന്ന് പറയുന്നതൊക്കെ കർത്താവ് സത്യത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നതെല്ലാം സത്യത്തിൽ സഭയെക്കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന് കടുകുമണിയുടെ ഉപമയെക്കുറിച്ച് ഈശോ പറയാൻ ശ്രദ്ധിക്കുക. കടുകുമണി അത് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ചെറുതാണ്, എന്നാൽ അത് വളർന്ന് അത് വലിയ വൃക്ഷമാവുകയും അതിൽ പക്ഷികൾ ചേക്കേറുകയും ചെയ്യുമെന്ന് ഈശോ അരുൾ ചെയ്തു. സത്യത്തിൽ കടുക് ചെടി എന്ന് പറയുന്ന ഒരു ചെടിയാണ്, അതൊരു മരമൊന്നുമല്ല. അത് വളർന്ന് പക്ഷികൾക്ക് ചേക്കേറാൻ പറ്റുന്ന. പക്ഷെ എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ മരമാകി തീരുമെന്ന് പറയാൻ കാരണം എന്താ? കടുകുമണിയുടെ ചെറുപ്പവും ആ ചെടിയുടെ വലിപ്പവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ വ്യത്യാസമുണ്ട്, വളരെ ചെറുതായിരുന്നു. എന്താണ് സത്യത്തിൽ ഈ കടുകുമണിയുടെ ഉപമ എന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞത്? കടുകുമണിയെക്കുറിച്ച് ഈശോ പറയാൻ കാരണം എന്താണ്? സത്യത്തിൽ എന്താണെന്ന് അറിയാമോ? അത് ഈശോ തിരുസഭയെക്കുറിച്ച് അരുൾ ചെയ്ത ഒരു ഉപമയാണ്. ഈശോ പറയാണ്, അപ്പസ്തലന്മാരോട് പറയാണ്, ഇപ്പൊ നോക്കിയേ, നമ്മൾ ഈ 13 പേരെ ഇവിടെ ഉള്ളൂ, ഞാനും നിങ്ങൾ 13 പേരും. ഈ വലിയ ലോകത്തിന്റെ ഒരു മൂലയിൽ, ഈ ജെറുസലേമിന്റെ ഒരു പ്രദേശത്ത് ഒരു കൊച്ചു മൂലയിൽ നമ്മൾ 13 പേരേ ഉള്ളൂ. എത്ര ചെറുതാണ്! ഒരു കടുകുമണി പോലെ ചെറിയ ഒരു ഗ്രൂപ്പാണ്, ഒരു ചെറിയൊരു സംഘമാണ്. എന്നാൽ നാളുകൾക്കപ്പുറത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഒരു കടുകുമണി വളർന്ന് വൃക്ഷമാകുന്നത് പോലെ ഇത് വളരും, വളർന്ന് പടർന്ന് പന്തലിക്കുക മാത്രമല്ല, പക്ഷികൾക്ക് വന്ന് ചേക്കേറാൻ കഴിയുന്നത് പോലെ. അതെന്താ സൂചിപ്പിക്കുന്നറിയോ? അനേകം ആത്മാക്കൾ അതിൽ വിലയം പ്രാപിക്കുന്ന, അതിൽ വന്നു ചേരുന്ന, ശാന്തത അനുഭവിക്കുന്ന, അതിന്റെ ഭാഗമാകുന്ന ഭവനമായി ഈ കടുകുമണി മാറും എന്ന് ഈശോ പ്രവചിക്കുകയായിരുന്നു.
സത്യത്തിൽ അപ്പസ്തോലന്മാർ പിന്നീടാണ് തിരിച്ചറിയുന്നത്. സത്യത്തിൽ ഇപ്പോഴാണ് നമ്മൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അന്ന് പാകിയ ഈശോ 12 അപ്പസ്തോലന്മാരെയും കൂടെ കൂട്ടി പാകിയ ആ കൊച്ചു കടുകുമണി ഇന്ന് വളർന്ന് ഒരു പ്രദേശത്തല്ല, ഭൂഖണ്ഡത്തിലല്ല, 5 ഭൂഖണ്ഡങ്ങളിലും നിറഞ്ഞ് ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുകയും അനേകം ആത്മാക്കൾ അതിൽ ചേക്കേറുകയും ചെയ്തിരിക്കും. സത്യത്തിൽ ദൈവരാജ്യം സമാഗതമായിരിക്കുമെന്ന് അരുൾ ചെയ്ത കർത്താവ് ദൈവരാജ്യത്തിന്റെ വിത്ത് വിതയ്ക്കുകയും ആ കടുകുമണി വിതയ്ക്കുകയും അത് വളർന്നു വലുതാകാൻ വേണ്ടി അഭിലഷിക്കുകയും അതിനെ വളർത്തുകയും ചെയ്തു എന്നുള്ളത് ആ വലിയ കടുകു മരത്തിന്റെ തണലിലിരുന്നുകൊണ്ട് നമ്മളിപ്പോ ധ്യാനിക്കുകയാണ്, നമ്മളിപ്പോ ചിന്തിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കർത്താവിന്റെ ആ പ്രവചനം പൂർത്തിയാകുന്ന ഒരു കാലഘട്ടമാണത്. ഇനി വീണ്ടും അതിനെക്കുറിച്ച് LG 5ാമത്തെ പാരഗ്രാഫിൽ, അത് CCC 541 അതിനെ പരാമർശിച്ച് സംസാരിക്കുന്നുണ്ട്. 541 അതിങ്ങനെയാണ്: തന്റെ പ്രിയപുത്രന് ചുറ്റും മനുഷ്യരെ ശേഖരിച്ചുകൊണ്ടാണ് പിതാവ് ദൈവരാജ്യ സംസ്ഥാപനം നിർവഹിക്കുന്നത്. ദൈവരാജ്യം സംസ്ഥാപനം പിതാവ് നിർവഹിക്കുന്നത് എങ്ങനെയാണ്? തന്റെ പ്രിയപുത്രന് ചുറ്റും മനുഷ്യരെ ശേഖരിച്ചുകൊണ്ടാണ്. അതായത് ക്രിസ്തു തന്റെ ശരീരത്തോട് മനുഷ്യരെ ഒട്ടിച്ചു ചേർത്ത് മാമോദീസയിലൂടെ ഒട്ടിച്ചു ചേർത്താണ് ഈ ദൈവരാജ്യ സംസ്ഥാപനം നിർവഹിക്കുന്നത്. ഈ ശേഖരമാണ് ഭൂമിയിൽ സ്വർഗരാജ്യത്തിന്റെ വിത്തും സമാരംഭവുമായ സഭ. ഇത് നമ്മൾ ഓർക്കണം. ആരെങ്കിലുമൊക്കെ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ ഇത് രേഖപ്പെടുത്തി വെക്കേണ്ട കാര്യമാണ്. ഈ ശേഖരമാണ് ഭൂമിയിൽ സ്വർഗരാജ്യത്തിന്റെ വിത്തും സമാരംഭവുമായ സഭ എന്ന് തിരുസഭ ആഹ്ലാദത്തോടെ പ്രഖ്യാപിക്കുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 12:32, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കും: ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. എന്റെ ചുറ്റും നിർത്തുന്ന പോലും അല്ല, എന്നിലേക്ക് ആകർഷിക്കും, എന്നിലേക്ക് ഉൾച്ചേർക്കും. അങ്ങനെയാണ് കർത്താവ് തന്റെ സഭയെ വളർത്തുന്നത്, സംസ്ഥാപിക്കുന്നു, പിന്നീട് അതിനെ വളർത്തുന്നു. ഇനി LG 5 പഠിപ്പിക്കുന്ന ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മളത് മറക്കാതെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. അതിങ്ങനെയാണ്: വചനം ശ്രവിച്ച് മിശിഹായുടെ ചെറിയ അജഗണത്തിൽ, ലൂക്ക 12:32 പറഞ്ഞ കാര്യമാണ്, എണ്ണപ്പെടുന്നവർ ഈ രാജ്യം സ്വീകരിച്ചവരാണ്. ഈ രാജ്യത്തിന്റെ പൗരത്വമുള്ളവരാണ് തിരുസഭയുടെ അംഗങ്ങൾ. ഈ രാജ്യത്തിന്റെ, നമ്മൾ ക്രിസ്തു രാജന്റെ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പം സത്യത്തിൽ ഈ രാജ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കണം. രാജ്യത്വ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈശോ തന്നെ അതിനെക്കുറിച്ച് പലതവണ പറഞ്ഞു, നമ്മളതിനെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം കുരിശുമരത്തിലേക്ക് പോകുന്ന വഴിക്ക് നീ രാജാവാണെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ രാജാവാണ്, പക്ഷെ എന്റെ രാജ്യം ഐഹികമല്ല. ഇഹത്തില് നിങ്ങൾ കാണുന്നത് പോലത്തെ ഒരു ടെറിട്ടറി ഒക്കെ ഉള്ള, അവിടെ കുറച്ച് പട്ടാളക്കാരൊക്കെ വെച്ച് ഭരണം നടത്തുന്ന ഒരു ആളല്ല ഞാൻ എന്ന് ഈശോ പറഞ്ഞു. അത് സ്വർഗ രാജ്യമാണ്. എന്റെ രാജ്യം സ്വർഗീയ രാജ്യമാണ്. എന്റെ രാജ്യം സ്വർഗരാജ്യമാണ് രാജ്യം എന്ന് ഈശോ അരുൾ ചെയ്തു. ഇനി അതുകൊണ്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യമാണെങ്കിൽ 3 കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1, ഭൂമിയിൽ സ്വർഗരാജ്യം സമാഗതമായിരിക്കുന്നു. 2, അത് സഭയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. 3, അതുകൊണ്ട് എന്താണ്? 3ാമത്തെ കാര്യം, ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടണം എന്നുള്ളതാണ് അതിന് 3ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ദൈവരാജ്യം അതുകൊണ്ട് പ്രഘോഷിക്കപ്പെടണം. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്? പ്രഘോഷിക്കപ്പെടാനുള്ള കാരണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. സത്യത്തിൽ അത് ഇസ്രായേലിനോട് ആദ്യം പ്രഘോഷിച്ചു. എന്നിട്ട് ഇസ്രായേലിലൂടെ ഒരു ജനമായി വളർത്തിയെടുത്തിട്ട് അതിലേക്ക് മിശിഹ വന്നിട്ട് അതിലൂടെ ജനത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത അറിയിച്ചുകൊണ്ട് സകല ജനങ്ങളെയും കർത്താവ് തന്നിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ ജനത്തെയും ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ആ പൗരത്വം സ്വീകരിക്കാൻ വേണ്ടി ഉള്ള അറിയിപ്പ് കൊടുക്കാൻ നമുക്ക് കടമയുണ്ട്. അതുകൊണ്ടാണ് ദൈവരാജ്യം ഇതാ സംസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, കടന്നു വരുവിൻ എന്ന് പ്രഘോഷിക്കാനുള്ള കടമ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവിൻ എന്ന് ഈശോ അരുൾ ചെയ്യുന്നത്. ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു, അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അരുൾ ചെയ്യാൻ, അത് കർത്താവിന്റെ നാമത്തിൽ ഏറ്റുപറയും എന്ന് പറഞ്ഞാൽ, ഇതാ ഇവിടെ ഒരു തിരുസഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിലേക്ക് വികസിക്കുന്ന ഒരാരംഭം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കാനുള്ള കടമ നമുക്കുണ്ട്. അത് മിഷൻ ചൈതന്യമാണ്, മിഷൻ പ്രവർത്തനമാണത്, പ്രേക്ഷിത പ്രവർത്തനമാണത്. അതുകൊണ്ട് അതെന്താണ് സത്യത്തിൽ? അത് സർവ്വ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്ന മെസയാനിക രാജ്യത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ്.
മിശിഹായുടെ രാജ്യത്തിലേക്കുള്ള ഇൻവിറ്റേഷനുമാണ്. അത് ലൂമൻ ജെൻസിയത്തിന്റെ 3-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണും. യോഹന്നാൻ സുവിശേഷം 12:32 കാണും. CCC 543 നമ്മളത് കാണും. CCCയുടെ 543 ഇതിനെക്കുറിച്ചുള്ള പരാമർശം എടുത്ത് മറ്റു പല രീതികളിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഈ ദൈവരാജ്യം എന്ന് പറയുന്ന പദം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, ഈ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് എന്തുമാത്രം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷെ അതിന്റെ ഒരു 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 സീരിയസ്നെസ് മനസ്സിലാകാൻ നമ്മൾ കാര്യം അറിയണം. ദൈവരാജ്യം എന്ന പദം പുതിയ നിയമത്തില് 122 തവണ ഉപയോഗിക്കുന്നുണ്ട്. 122 പ്രാവശ്യം ദൈവരാജ്യം ദൈവരാജ്യം എന്ന് ആവർത്തിക്കുന്നുണ്ട്. എന്താ അതിന്റെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കി. ഇനി അതിനകത്താണെങ്കിലോ, അതിനകത്ത് 90 പ്രാവശ്യം ആ പദം ഉരുവിടുന്നത് ഈശോയുടെ അധരം കൊണ്ടാണ്. അഥവാ ഈശോ തന്നെയാണ് ദൈവരാജ്യം എന്ന് 90 പ്രാവശ്യം എടുത്തു പറയുന്നത്. ബാക്കിയാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥകർത്താക്കളുടെ ഒക്കെ വാക്കുകളും അങ്ങനെയൊക്കെ. പക്ഷെ 90 പ്രാവശ്യവും ദൈവരാജ്യം ദൈവരാജ്യം എന്ന് ആവർത്തിച്ചു പറയുന്നത് ഈശോ തന്നെയാണ്. അപ്പൊ എന്തുമാത്രം പ്രാധാന്യത്തോടു കൂടെയാണ് ഈശോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും എന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈശോയുടെ കുരിശുമരണ ഉത്ഥാനത്തിന് മുമ്പ് തന്നെ ഈശോയുടെ പ്രഘോഷണത്തിന്റെ മുഴുവൻ അച്ചുതണ്ട് എന്ന് പറയുന്നത്, അഥവാ എന്തിനെ ചുറ്റിപ്പറ്റിയാണ് അത് റിവോൾവ് ചെയ്യുന്നത്, അത് ഞാൻ അച്ചുതണ്ട് എന്ന് പറഞ്ഞു. പണ്ട് നമ്മൾ പള്ളിക്കൂടത്തിൽ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഭൂമി ഇങ്ങനെ ഒരു അച്ചുതണ്ട്, ഈ അച്ചുതണ്ട് എവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളെ പോലെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ചുതണ്ട് കാണാനൊന്നുമില്ല, പക്ഷെ അതിന് ചുറ്റുമാണ്, അതിൽ നിന്നുകൊണ്ടാണ് തിരിയുന്നതെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കർത്താവിന്റെ പ്രഘോഷണങ്ങൾ മുഴുവനും റിവോൾവ് ചെയ്യുന്ന ഒരു അച്ചുതണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റെം എന്ന് പറയാവുന്നത് അത് സത്യത്തിൽ ദൈവരാജ്യം എന്ന പദമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവരാജ്യം എന്നൊരു പദത്തെക്കുറിച്ച് വളരെ ഒരു ക്ലാസ് കൊണ്ടൊക്കെ പറയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്ന കർത്താവ് പഠിപ്പിച്ച ആ ദൈവിക രഹസ്യത്തോട് തന്നെയുള്ള അനീതിയായിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ ഇത്രയും പ്രാവശ്യം എടുത്തു പറയുകയും പ്രഘോഷിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആ സമയത്താണ് ചില പ്രധാനപ്പെട്ടെന്ന് പറയാൻ പാടില്ല, പ്രസിദ്ധരായ ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഉയർത്തുന്ന ചില ആർഗ്യുമെന്റ്സ്, അത് ചില പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ അത് എടുത്തു പിടിക്കാറുണ്ട്, എവാഞ്ചലിസ്റ്റുകളൊക്കെ അത് കൊണ്ടു നടക്കാറുണ്ട്, ചില വിഘടിത ഗ്രൂപ്പുകൾ സെക്റ്റുകളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര താല്പര്യമായതുകൊണ്ട് എടുത്തുണ്ട്. അതിനകത്തുള്ള ആർഗ്യുമെന്റ് ഇതാണ്. ഒരു ചോദ്യം, റുഡോൾഫ് ബുൾട്ട്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു ജർമ്മൻ ലൂതറൻ തിയോളജിയനാണ്. ലൂതറിന്റെ ഫോളോ ചെയ്യുന്ന ലൂതറൻ തിയോളജിയനാണ്, ജർമ്മനാണ് റുഡോൾഫ് ബുൾട്ട്മാൻ. ഈ ബുൾട്ട്മാൻ ഉയർത്തുന്ന ഒരു ആരോപണം ഇതാണ്: ഈശോ ദൈവരാജ്യമാണ് പ്രഘോഷിച്ചത്, അല്ലെ? ശരിയാ, ദൈവരാജ്യമാണ് പ്രഘോഷിച്ചത്. കാലക്രമത്തിൽ എന്ത് ചെയ്തു? അപ്പസ്തോലന്മാർ ഈശോയെ പ്രഘോഷിക്കാനും സഭയെ സ്ഥാപിക്കാനും തുടങ്ങി. ഈശോ പ്രഘോഷിച്ചത് മുഴുവൻ ദൈവരാജ്യമാണ്. എന്നാൽ അപ്പസ്തോലന്മാർ എന്താ ചെയ്തത്? അപ്പസ്തോലന്മാര് മിശിഹായെ പ്രഘോഷിക്കാൻ തുടങ്ങി, സഭയെ സ്ഥാപിക്കാൻ. പൗലോസ് ശ്ലീഹ ഓരോ പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുന്നു, സഭയെ സ്ഥാപിക്കുന്നു, കമ്മ്യൂണിറ്റികൾ സ്ഥാപിക്കുന്നു, അവിടെ മെത്രാന്മാരെ വഴിക്കുന്നു. തീത്തോസ് എഴുതിയ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിന്നെ അവിടെ ക്രേത്തയിൽ വിട്ടിട്ട് പോകുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനും എല്ലാ പട്ടണങ്ങളിലും മെത്രാന്മാരെ വഴിക്കുന്നതിനും ഒക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വായിക്കും. അപ്പൊ നോക്കി, അപ്പസ്തോലന്മാർ എന്ത് ചെയ്തു? അവർ ഈശോയെ പ്രഘോഷിക്കുന്നതിന് പകരം, ദൈവരാജ്യമാണ് ഈശോ പ്രഘോഷിച്ചത്, ഇവരും അതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പകരം ഇവരെന്താ ചെയ്തത്? ഇവർ ഈശോയെ പ്രഘോഷിക്കാനും തുടങ്ങി, എന്നിട്ട് സഭ സ്ഥാപിക്കാനും. ഇതെങ്ങനെ ശരിയാവും? ബുൾട്ട്മാന്റെ ഒരു വലിയ ചോദ്യമാണ്. അദ്ദേഹം ഇതിന്റെ ആ ചോദ്യം ഏറ്റുപിടിച്ച് കൊണ്ടു നടക്കുന്ന ഒത്തിരി ആളുകളെ നമ്മൾ അന്നും ഇന്നും ഒക്കെ എപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആള്, ഒരു ആൽഫ്രഡ് ലോയ്സി എന്ന് പറയുന്ന, നിങ്ങൾ ചിലപ്പോൾ കണ്ടാവും, ആൽഫ്രഡ് ലോയ്സി. അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് അല്ല, കാത്തലിക് ആണ്, തിയോളജിയനാണ്. പക്ഷെ ഒരു വേറെ ഇതിൽ നിന്നാണ് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: യേശു പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്, പക്ഷെ ഉണ്ടായത് സഭയാണ്. യേശു പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്, പക്ഷെ ഉണ്ടായത് സഭയാണ് എന്ന് പറയുമ്പം അതിനകത്തൊരു ചെറിയ നിരാശ കലർന്നതുപോലത്തെ ഒരു ഭാവമൊക്കെ നമ്മൾ അതിനകത്ത് കാണും, അല്ലെ? ഈശോ അധ്വാനിച്ചതും കാത്തിരുന്നതല്ല ദൈവരാജ്യമാണ്. പക്ഷെ എന്താ പറ്റി? അറ്റ് ലാസ്റ്റ് വാട്ട് ഹാപ്പൻഡ്? സഭയുണ്ടായിപ്പോയി എന്ന് നമുക്ക് തോന്നും. ഈശോ വാഗ്ദാനം ചെയ്തതും പ്രസംഗിച്ചതും ദൈവരാജ്യമാണെന്നാൽ അത് നടന്നില്ല. അപ്പോൾ അപ്പസ്തോലന്മാർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും സഭയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അതിനെ പൂർണ്ണമായ നെഗറ്റീവ് അർത്ഥത്തിലല്ല പറയുന്നത്, വളരെ കൃത്യമായ പോസിറ്റീവ് ടോണോട് കൂടിയാണ് പറയുന്നത്. അതെന്താണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ ഈ ചോദ്യത്തിന്റെ, ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ, കർത്താവ് എന്താ ദൈവരാജ്യമല്ലേ പ്രഘോഷിച്ചത്? നമ്മൾ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെയും, കർത്താവ് വന്നത് ദൈവരാജ്യം പ്രഘോഷിക്കാനാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ആ ഈശോ ചെയ്ത കാര്യം ചെയ്യാതെ ആ പറഞ്ഞ ഈശോയെയും സഭയും പ്രഘോഷിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ക്ലാസ്സുകളിൽ മുഴുവൻ ഞാൻ ആവർത്തിച്ച് പറയുന്നത് തിരുസഭയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പ്രഘോഷിക്കുന്നുള്ളതാണ് ചോദ്യം.
ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ ദൈവരാജ്യം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്, ഈശോ ഈ പദം ഉപയോഗിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ അറിയുക എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരത്തിലേക്കുള്ള വഴി, അഥവാ ഇതിന്റെ ഉത്തരം. ഈശോ എങ്ങനെയാണ് ഇത് പ്രഘോഷിച്ചത്, ഈശോ എങ്ങനെയാണ് ഈ പദത്തെ അവതരിപ്പിച്ചത്, ഈ കാര്യത്തെ അവതരിപ്പിച്ചതെന്ന് അറിയുക എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരത്തിലേക്കുള്ള വഴി. ഇത് പറയുന്നതിന് മുമ്പ് ഈ വത്തിക്കാൻ കൗൺസിലിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന പദത്തിന്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് നമ്മൾ അറിയണം. ആ പശ്ചാത്തലത്തിന് നടക്കുന്നതാണ് ഇതാണ് ദൈവരാജ്യം എന്ന് വത്തിക്കാൻ കൗൺസിൽ പ്രഘോഷിക്കുന്നത്. അതൊക്കെ അറിയുമ്പോൾ നമുക്ക് വത്തിക്കാൻ കൗൺസിലിനോട് ഒരു സ്നേഹമൊക്കെ വരും. എന്തുമാത്രം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട്, എന്തുമാത്രം ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി, എന്തുമാത്രം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സഭയുടെ ഐക്യത്തെക്കുറിച്ച് ദാഹിച്ചാണ് ഈ കൗൺസിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നത്. ചിലപ്പോഴൊക്കെ തീർത്തും അജ്ഞതയുടെ കൂടാരങ്ങളിൽ നിന്ന് വത്തിക്കാൻ കൗൺസിലൊക്കെ ശിഥിലീകരണത്തിന് വേണ്ടിയുള്ളതാണ്, മണ്ടത്തരമായിരുന്നൊക്കെ പറയുമ്പോഴേ ആ കൗൺസിലിനകത്ത് പറയുന്ന ദൈവിക, നിങ്ങൾ ഈ കോഴ്സ് മുഴുവൻ കേൾക്കുമ്പോൾ കേട്ടോളൂ, ദൈവിക രഹസ്യങ്ങളുടെ സമ്പത്ത്, സഭയുടെ വലിയ രഹസ്യത്തെക്കുറിച്ചൊക്കെ ഏറ്റവും ഉദാത്തമായി പഠിപ്പിച്ചിരിക്കുന്ന മുഴുവനും മണ്ടത്തരമാണെന്നൊക്കെ പറയാൻ ധൈര്യം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാലേ അതൊരു വല്ലാത്ത അവിവേകമാണ്. നമുക്ക് പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവരാജ്യം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഉണ്ടായിരുന്ന ചില പശ്ചാത്തലങ്ങൾ. അത് ഒന്നാമതായിട്ടത് ദൈവരാജ്യത്തെക്കുറിച്ചൊരു ഭൗതികവും മതേതരവുമായ ഒരു കാഴ്ചപ്പാട് ഈ സഭയിലെന്ന് പറയുന്നതിനേക്കാൾ ഇത്തരം ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ദൈവശാസ്ത്ര ചർച്ചകളുടെ ഒരു ലോകത്ത് കടന്നുകൂടിയിരുന്നു. സെക്യുലർ ആയിട്ടാണ്, അതോടൊപ്പം തന്നെ അതൊരു ഭൗതികവുമാണ്, ഒരു ഫിസിക്കൽ സ്വഭാവമുള്ള, സെക്യുലർ സ്വഭാവമുള്ള ഒരു ചർച്ച കാഴ്ചപ്പാട് ഇതിനകത്ത് വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വത്തിക്കാൻ കൗൺസിൽ ദൈവരാജ്യത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ പഠിപ്പിക്കുക. അതെന്താണ്, ആ പശ്ചാത്തലം എന്താണ് കാണുന്നത്? ഒന്നാമത്തത് ഒരു എക്ലേസിയോ സെൻട്രിക് ആയിരുന്നു ആദ്യം. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം തിരുസഭയാണ്, സഭയാണ് ദൈവരാജ്യം, സഭയിൽ ഉൾച്ചേർന്നാൽ ദൈവരാജ്യത്തിലായി എന്നൊക്കെ മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടം. സഭാപിതാക്കന്മാരൊക്കെ അതിനെക്കുറിച്ച് അങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം. അതാണ് എക്ലേസിയോ സെൻട്രിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ഒരു ക്രിസ്റ്റോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാകാൻ തുടങ്ങി. അതെന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ ക്രിസ്റ്റോസെൻട്രിക് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടായത്? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് സഭയെന്ന് പറയണ്ട, പകരം ക്രിസ്തു എന്ന് പറയുന്നതാണ് നല്ലത്. കേൾക്കാൻ നല്ല ആകർഷകമായ ഒരു കാര്യമാണത്, ശരിയല്ലേ? കാരണം എന്താണ്? ക്രിസ്തു സഭയിലുള്ളവർ മാത്രമേ ഈശോയെ സ്നേഹിക്കുന്നുള്ളൂ, സഭയിലുള്ളവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അതിനേക്കാൾ കുറച്ചുകൂടെ കൃത്യമായി പറയാവുന്നത് ക്രിസ്തുവെന്നാണ്. അപ്പൊ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് രക്ഷ, ക്രിസ്തുവിലാണ് ദൈവരാജ്യം, അങ്ങനെ പറയുന്നതല്ലേ ശരി എന്ന്, തെറ്റൊന്നുമല്ല. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അതിനെ എംഫസൈസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. അപ്പം ക്രിസ്തുവിനെ കേന്ദ്രമാക്കാം, സഭയെ കേന്ദ്രമാക്കണ്ട, ക്രിസ്തുവിനെ കേന്ദ്രമാക്കി കളയാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അത് എന്താ പറയാ, സഭയിൽ, കത്തോലിക്ക സഭയിൽ ഉൾച്ചേർന്നിട്ടില്ലാത്ത ആളുകൾക്കും ഈശോയിൽ വിശ്വസിക്കുന്ന മറ്റുള്ളവർക്കും ഒരു ആശ്വാസമാകുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് പല ആളുകളും അങ്ങനെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയത്. ഇനി മൂന്നാമത്തെ ടേൺ എന്താണ്? ആദ്യം ഒരു എക്ലേസിയോ സെൻട്രിസം ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് വന്ന ഒരു വ്യത്യാസമാണ്, ഒരു ഡെവലപ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു മാറ്റം, ഒരു ചേഞ്ച്, ഒരു ഷിഫ്റ്റ് എന്നൊക്കെ പറയും. അത് ക്രിസ്റ്റോ സെൻട്രിസത്തിലേക്ക് വന്നു, ക്രിസ്തു കേന്ദ്രീകൃത അവസ്ഥയിലേക്ക്. അതിൽ നിന്ന് മൂന്നാമത് വരുന്നതാണ് തയോസെൻട്രിസം. അപ്പൊ ക്രിസ്തു സെൻട്രിസം എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ച് തിയോളജിയൻസിനും അങ്ങനെ ആൾക്കാർക്ക് തോന്നി, അപ്പൊ അത് ക്രിസ്തു എന്ന് പറയുമ്പം ക്രിസ്തു ഇങ്ങനെ ഒരാളുടെ സ്വന്തം ഒന്നുമല്ല, നമ്മുടെ ദൈവം നമ്മുടെ മാത്രമൊന്നുമല്ല. ക്രിസ്തു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മാത്രമൊക്കെ ആയി. പക്ഷെ ദൈവം, ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ മാത്രമൊന്നുമല്ല ദൈവം എല്ലാവരുടെയും കൂടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ തിയോസെൻട്രിക് ആയിട്ട് ദൈവരാജ്യത്തെ അവതരിപ്പിക്കാം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒക്കെ രാജ്യം, ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ ഒക്കെ ഒരു രാജ്യം, അങ്ങനെയൊക്കെ ചിന്തിക്കാം എന്ന് പറയുകയും അങ്ങനെയൊക്കെ എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവർ തന്നെ ഇങ്ങനെ ആശ്വസിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇത് മറ്റു മതങ്ങളെയൊക്കെ നമ്മളിലേക്ക് കുറച്ച് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. അതായത് ദൈവം എന്ന പദമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ദൈവത്തിന്റെ രാജ്യമാണെങ്കിൽ ആർക്കും വരാം. അപ്പോ മതാന്തര സംഭാഷണങ്ങളെയൊക്കെ ഇത് കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നൊക്കെ കരുതിയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാര്യം എന്താണ്? അതാണ് അതിന്റെ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ടുള്ള രസം എന്ന് പറയുന്നത്. വത്തിക്കാൻ കൗൺസിലേക്കൊക്കെ അടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും ക്ലൈമാക്സി ആയിട്ടുള്ള കാര്യം എന്താണ്? അതാണ് ഒരു റേഞ്ഞോ സെൻട്രിസം ആണ്. റേഞ്ഞോ എന്ന് പറഞ്ഞാൽ രാജ്യം ആണ്, റെജീന രാജ്ഞി എന്നൊക്കെ വിളിക്കാറ്. റേഞ്ഞോ എന്ന് പറഞ്ഞാൽ രാജ്യ കേന്ദ്രീകൃതമാണ്. അപ്പൊ ദൈവം എന്നും പറയണേക്കാൾ, ദൈവം എന്ന് പറയുമ്പോഴും ദൈവത്തിൽ ഇല്ലാത്തവർക്കൊക്കെ ഒരു അസ്വസ്ഥത വരുത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സോൺ ഏതാണ്? രാജ്യ കേന്ദ്രീകൃതം, രാജ്യം സ്ഥാപിക്കുക, രാജ്യം എന്ന് ആ ഒരു കാര്യത്തിന് വലിയ ഫോക്കസ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ എന്തുണ്ടാവും?
അതിന് കാരണം എന്താണ്? അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിലുള്ള അകൽച്ച, ഇനി ദൈവത്തിൽ വിശ്വസിക്കുന്ന വിവിധ മതങ്ങൾ തമ്മിലുള്ള കലാപം, ഇതൊന്നും വേണ്ടല്ലോ. നമുക്ക് രാജ്യ കേന്ദ്രീകരണം. അപ്പൊ അങ്ങനെ ഇരിക്കും രാജ്യത്തെ അതിന്റെ കേന്ദ്രത്തിൽ, അത് ബാസിലേയ എന്ന് പറയുന്ന കാര്യത്തിൽ കുറച്ച് തിയോളജിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ ഒരു 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 ത്രെഡാണ് ഞാൻ പറയുന്നത്. ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്തേക്ക് നമുക്ക് ഇതിനെയൊക്കെ അങ്ങോട്ട് ഉൾച്ചേർക്കാം എന്ന് അവർ വിചാരിച്ചു. എന്നിട്ട് ദൈവരാജ്യത്തെ എന്റെ കേന്ദ്രത്തിൽ പ്രത്യക്ഷിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഏതു തരത്തിലുള്ള ദൈവരാജ്യമാണ്? സമാധാനമുള്ള, നീതി നിലനിൽക്കുന്ന, ഈ ലോകത്തിന്റെ സംരക്ഷണമൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യം, ഒരു സമത്വ സുന്ദരമായ മനോഹരമായ ഒരു രാജ്യം, രാജ്യത്തിന്റെ സങ്കല്പം, തിന്മയില്ലാത്ത ഒരു ഉദാത്തമായ മനോഹരമായ ഒരു സ്വർഗീയ സ്വഭാവമുള്ള ഒരു രാജ്യ സംസ്ഥാപനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നു. സംഭവം ഇതിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് പാപ്പ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, കേൾക്കാൻ കൊള്ളാം. അതാണ് പാപ്പ ആദ്യം പറയുന്നത്. ഇത് കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്? ദൈവം പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ്. ദൈവം പുറത്താക്കപ്പെട്ടു, രാജ്യം, ദൈവം പുറത്താക്കപ്പെട്ടു, ദൈവം അപ്രത്യക്ഷമായിരിക്കുന്നു. ഇവിടെ ആകെ റോളുള്ള ആർക്കാണ്? മനുഷ്യനാണ്. മനുഷ്യ കേന്ദ്രീകരണമാകുന്നു ദൈവരാജ്യം. തെറ്റാണത്, തെറ്റാണ്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയുടെ ഒരു തിയോളജിക്കലൊക്കെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രതിസന്ധിയുടെ നടുക്ക് നിന്നാണ് പരിശുദ്ധ സഭയിലാണ് ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നത് എന്ന് വത്തിക്കാൻ കൗൺസിൽ നട്ടലോടുകൂടെ പ്രസംഗിക്കുന്നത്. വേറെ ഒരു സ്ഥലത്തും അന്വേഷിക്കേണ്ട. കർത്താവാണ് സ്ഥാപിച്ചത്, തിരുസഭയാകുന്ന തന്റെ ശരീരത്തിലാണ് സ്ഥാപിച്ചത്. തിരുസഭയുടെ ഭാഗമായിരിക്കയാൽ ആ ആൾ ദൈവരാജ്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് തിരുസഭ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നു. അതെങ്ങനെ വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനങ്ങളുടെ ഒക്കെ വ്യക്തതയും വ്യതിരക്തതയുമാണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താണ് ഈശോ പ്രസംഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈശോ പ്രസംഗിച്ചത്? ഈശോ പ്രസംഗിച്ചത് വെറുതെ ഒരു രാജ്യമല്ല. ഈശോ പ്രസംഗിച്ചത് ദൈവത്തിന്റെ രാജ്യമാണ് എന്നുള്ളതാണ് കാര്യം. ദൈവത്തിന്റെ രാജ്യമാണ്, തൊത്തയോ, ദൈവത്തിന്റെ രാജ്യമാണ് കർത്താവ് പ്രസംഗിച്ചത്. ഇനി ബൈബിളില് സ്വർഗരാജ്യം എന്ന പദമൊക്കെ ഉപയോഗിക്കുമ്പം എന്താ അതിന്റെ അർത്ഥം? സ്വർഗരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂപ്രദേശമോ ഒരു സ്ഥലമല്ല. പകരം എന്താണ്? സ്വർഗം എന്നത്, ഹെവൻ എന്നത് ദൈവത്തിന്റെ ഒരു പര്യായമാണ്. ദൈവത്തിന്റെ ഒരു പര്യായമാണ് ഹെവൻ എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ? അതെങ്ങനെ ശരിയാവും? ദൈവത്തിന്റെ പര്യായം എങ്ങനെയാ ഹെവൻ ആകുന്നത്? അതിന്റെ കാരണം ഇതാണ്. ഇസ്രായേൽ ജനത്തിന് ദൈവം എന്ന പദം അവര് ഉപയോഗിക്കുമായിരുന്നില്ല ഒരിക്കലും. ദൈവത്തിന്റെ പേര് ഉപയോഗിക്കില്ല. കാരണം ദൈവത്തിന്റെ പേരിനോടുള്ള വലിയ ആദരവ് കൊണ്ട് മനുഷ്യൻ അത് ഉപയോഗിക്കാൻ യോഗ്യനല്ല എന്ന് അവർ ചിന്തിച്ചിരുന്നത് കൊണ്ട് അവര് ദൈവത്തിന്റെ പേര് ഉപയോഗിക്കും. രണ്ടാം കൽപ്പനയോടുള്ള വിധേയത്വം കൊണ്ട്, ദൈവത്തിന്റെ നാമം വെറുതെ ഉപയോഗിക്കരുതെന്നുള്ള ബോധ്യം കൊണ്ട് ഇവര് മറ്റു ചില പദങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തൊന്നാണ് സ്വർഗം സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ സ്വർഗം എന്ന പദം സത്യത്തിൽ ദൈവത്തെ സൂചിപ്പിക്കാം. സ്വർഗരാജ്യം എന്ന് പറയുമ്പം ഒരു സ്ഥലം എന്നതിന്റെ അപ്പുറത്ത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി അതുകൊണ്ട് സ്വർഗരാജ്യം എന്ന് പറയുന്ന കാര്യം തന്നെ സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ഇവിടെയുള്ള ഒരു സുന്ദരമായ സുന്ദരമായ ഒരു നാടിനെ കുറിച്ചല്ല, പകരം ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതൊരു ഭൂപ്രദേശമല്ല. പിന്നെ എന്താണത്? ഒന്നാമത് ദൈവഭരണത്തിന്റെ അവസ്ഥയാണ് ദൈവരാജ്യം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദൈവഭരണത്തിന്റെ അവസ്ഥയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതൊരു സ്റ്റേജാണ്, ഒരവസ്ഥയാണ്. എന്തിന്റെ അവസ്ഥയാണ്? ദൈവഭരണം സംസ്ഥാപിതമായിരിക്കുന്ന അവസ്ഥയാണ്. രണ്ടാമത് എന്താണ്? ആ അവസ്ഥയുടെ അധിപൻ ദൈവമാണ്. സകലത്തിന്റെയും അധിപൻ ദൈവമാണ്. അഥവാ ദൈവം അധിപനായിരിക്കലാണ് ദൈവരാജ്യം. അതൊരു സ്ഥലം എന്നതിനേക്കാൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ട കാര്യം ദൈവം അധിപനായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം എന്നുള്ളതാണ്. ഇനി അതുകൊണ്ട് ദൈവകർത്തൃത്വമാണ്, ഗോഡ്സ് ലോഡ്ഷിപ്പ് ആണ് ദൈവരാജ്യം. ദൈവത്തിന്റെ ലോഡ്ഷിപ്പ്, ദൈവത്തിന്റെ കർത്തൃത്വമാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് ഇനി വീണ്ടും പിശാചിന്റെ അധികാരത്തെ തകർക്കലാണ് ദൈവരാജ്യം. ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത് പിശാചിന്റെ ഭരണത്തെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിശാചിന്റെ തലതകർക്കലാണ് ദൈവരാജ്യം. അതുകൊണ്ട് നമ്മൾ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, ഞാൻ ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കും. പിശാചിനെ കർത്താവ് ബഹിഷ്കരിച്ച സമയങ്ങളിലൊക്കെ ദൈവരാജ്യ സംസ്ഥാപനത്തിന്റെ അറിയിപ്പാണ് കർത്താവ് ലോകത്തിന് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ ദൈവരാജ്യ സംസ്ഥാപനം എങ്ങനെയാണ് നടന്നത്? അത് അവനിലും അവനിലൂടെയുമാണ് നടന്നിരിക്കുന്നത്. ഈശോയിലും ഈശോയിലൂടെയുമാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ എന്താ സംഭവിച്ചത്? അപ്പസ്തോലന്മാർ ഈശോയെ പ്രഘോഷിച്ചപ്പോൾ സത്യത്തിൽ ദൈവരാജ്യം തന്നെയാണ് പ്രഘോഷിച്ചത്. നമ്മൾ ആദ്യം ചോദിച്ചില്ലേ, ബുൾട്ട്മാനൊക്കെ പറഞ്ഞത് ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചു, നിങ്ങൾ ഈശോയെ പ്രഘോഷിക്കുന്നു. അത് ശരിയാണ്. കാരണം എന്താണ്? ഈശോ തന്നെയാണ് ദൈവരാജ്യം. ഈശോയിലും ഈശോയിലൂടെയുമാണ്, ഇൻ ഹിം ആൻഡ് ത്രൂ ഹിം ആണ് ദൈവരാജ്യം. ഈശോയിലൂടെയുമാണ് ദൈവരാജ്യം എന്നുള്ളത് കൊണ്ട് സത്യത്തിൽ ഈശോയെ പ്രഘോഷിച്ചപ്പോൾ അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചത് ദൈവത്തെ തന്നെയാണ്, ക്രിസ്തുവിനെ തന്നെയാണ്, ഈശോയെ തന്നെയാണ്. സ്വാഭാവികമായും ഉദ്ധിതനായ ഈശോയാണ് പരിശുദ്ധ സഭ. അതുകൊണ്ട് അപ്പസ്തോലന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ല. സഭ ഈശോയെ പ്രഘോഷിച്ചപ്പോൾ സഭ ഉണ്ടായിപ്പോയില്ല. ദൈവരാജ്യത്തിന് വേണ്ടി കാക്ഷിച്ചപ്പോൾ സഭ സംഭവിച്ചു പോയെന്ന് വ്യസനിക്കുകയല്ല, പകരം സത്യത്തിൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ച് നടക്കുകയാണ് ചെയ്തത്. ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളുമാണ്, ഈശോയുടെ വ്യക്തിത്വമാണ് ദൈവരാജ്യം നമ്മൾ പറഞ്ഞു. ഈശോ തന്നെയാണ് ദൈവരാജ്യം, ഈശോ തന്നെയാണ് പരിശുദ്ധ സഭ. അതുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കുമ്പോൾ ദൈവരാജ്യമാണ് പ്രഘോഷിക്കുന്നത്. പരിശുദ്ധ സഭയെ പ്രഘോഷിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കുന്നത്. ക്രിസ്തു എന്ന വ്യക്തിയിലൂടെയും സംലഭ്യമാകുന്ന സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. അതാണ് നമുക്ക് വളരെ വ്യക്തതയോടുകൂടി അറിയേണ്ട കാര്യം. നമ്മൾ ഇവരുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം അതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം, ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്തുശാസ്ത്രപരമാണ് എന്നുള്ളതാണ്, ക്രിസ്റ്റോളജിക്കൽ. എന്തുകൊണ്ട് ക്രിസ്റ്റോളജി എന്ന് പറയാൻ കാരണം ഒറിജിൻ ഉണ്ടല്ലോ. ഒറിജിൻ എന്ന് പറയുന്ന ഒരു വലിയ സഭാപണ്ഡിത പിതാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഔത്തോ ബാസിലെയ്യ എന്നാണ് ഒരു പദം ഉപയോഗിക്കുന്നത്. ഔത്തോ ബാസിലെയ്യ എന്ന് പറഞ്ഞാൽ സെൽഫ് കിങ്ഡം എന്ന് പറയാം. സെൽഫ് കിങ്ഡം, സ്വയം രാജ്യം എന്നൊക്കെ പറയും. എന്താ അർത്ഥം? ക്രിസ്തു സ്വയം രാജ്യമായിരുന്നു എന്നാണ് അത് പറയുന്നത്. ഈശോ തന്നെ ഔത്തോ ബാസിലെയ്യാണ് ഈശോ. യേശു എന്ന വ്യക്തി തന്നെയാണ് ദൈവരാജ്യം, അതൊരു വ്യക്തിയാണ്. അടുത്ത പോയിന്റ്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ദൈവഭരണമാണെന്നൊക്കെ പറഞ്ഞു. അടുത്തത് അതൊരു വ്യക്തിയാണ്. കിങ്ഡം ഓഫ് ഗാഡ് ഇസ് എ പേഴ്സൺ, ഇസ് ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് ദൈവരാജ്യം. അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് അതിന്റെ എക്ലേസിയോളജിക്കൽ ആസ്പെക്ട്, സഭാശാസ്ത്രപരമായ വശം. അതെന്താണ്? ക്രിസ്തു തന്റെ ഉദ്ധിതമായ സഭയിൽ സന്നിഹിതനായിരിക്കുന്നു, ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കുന്നു. ക്രിസ്തു സഭയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അഥവാ സഭയാകുന്ന തന്റെ ശരീരം ക്രിസ്തുവിൻ്റെതായിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൽ തന്നെ, സഭയിൽ തന്നെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടിരിക്കും. ഈ രഹസ്യമാണ് വത്തിക്കാൻ കൗൺസിലിനെ ശക്തമായി സ്വാധീനിച്ചത്. അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിലിന്റെ കൗൺസിൽ പിതാക്കന്മാർ ആധികാരികതയോടുകൂടി ആവർത്തിച്ച് തിരുസഭയാണ് ദൈവരാജ്യമെന്നും തിരുസഭയിലാണ് ദൈവരാജ്യമെന്നും ഈശോയുടെ പ്രഘോഷണത്തോടുകൂടെ തന്നെ, ഈശോയുടെ കുരിശുമരണത്തോടെ, ഈശോയുടെ സഭാസ്ഥാപനത്തോടുകൂടെ തന്നെ ദൈവരാജ്യം ഇവിടെ സമാഗതമായിരിക്കുന്നുവെന്നും സഭാപിതാക്കന്മാർ ആഡംബരപൂർവ്വം അങ്ങോട്ട് ഉദ്ഘോഷിച്ചത്. വത്തിക്കാൻ കൗൺസിലിന്റെ തീക്ഷ്ണതയെക്കുറിച്ച് നമ്മൾ അറിയണം. അപ്പൊ അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യം തന്നെയാണ്. സഭയിലായിരിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യം തിരുസഭയിലാണ് ഉൾച്ചേർന്നിരിക്കുന്നത് എന്നതാണ് തിരുസഭാ രഹസ്യം. ദൈവരാജ്യം തിരുസഭയിലാണ് ഉൾച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് സഭയെക്കുറിച്ചുള്ള ഇന്ന് നമ്മൾ പഠിക്കുന്ന രഹസ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ കൂദാശയാണ് രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ. ഇന്ന് പഠിക്കുന്ന രഹസ്യം ദൈവരാജ്യം സഭയിലാണ്. അഥവാ സഭയെ മനുഷ്യൻ കാണുമ്പോൾ സംവിധാനങ്ങളോ ആൾക്കാരങ്ങനെയൊക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണ്? സ്വർഗമാണ്, ക്രിസ്തു തന്നെയാണ്, ദൈവരാജ്യമാണ് പരിശുദ്ധ സഭ. അതുകൊണ്ട് ഈശോ പറയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ തിരുസഭയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കും എന്നാണ് അപ്പസ്തോലന്മാരോട് ഈശോ പറഞ്ഞത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അഥവാ തിരുസഭയെ നിങ്ങൾക്ക് ഭരമേൽപ്പിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദിനംപ്രതി പ്രാർത്ഥിക്കുന്ന എന്നാന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ദിനംപ്രതി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവെ, അങ്ങയുടെ രാജ്യം വരണമേ. ഈശോ തന്നെ പ്രാർത്ഥന പഠിപ്പിച്ച, സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ കിങ്ഡം വരണമേ. അർത്ഥം എന്താണ്? അങ്ങയുടെ ആധിപത്യം സംഭവിക്കണമേ, അങ്ങ് ഞങ്ങളിൽ അവതീർണനാകണമേ, ഞങ്ങൾ അങ്ങയിലാകണമേ, ഞങ്ങൾ അങ്ങയുടെ പ്രജകളും അങ്ങയുടെ അവയവങ്ങളുമാകണമേ എന്ന് തുടങ്ങുന്നതാണ് ആ പ്രാർത്ഥന. നമ്മൾ അനുദിനം ചെല്ലുന്ന പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട്. ഈശോയുടെ അധികാരം പ്രകടമാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, ആഗ്രഹമുണ്ട്. അത് പറയുമ്പം അത് പറഞ്ഞിട്ടൊരു കാര്യത്തിലൂടെ പ്രവേശിക്കണമായിരുന്നു. 5 മിനിറ്റ് എടുക്കേണ്ടി വരുമല്ലോ. അല്ല, അതും എടുക്കാം. അതായത് ഇത് കൂടുതൽ അങ്ങ് പറഞ്ഞു പോയാലും ശരിയാവത്തില്ല. തിരുസഭയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് പറയേണ്ട ഒരു കാര്യമാണ്, തിരുസഭയിൽ ആരൊക്കെയുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ദൈവരാജ്യത്തിൽ ആരൊക്കെയുണ്ട്?
നമുക്ക് പെട്ടെന്ന് ആരൊക്കെ പറയാൻ തോന്നുന്നുണ്ടാവും? നിങ്ങളുണ്ട്, അച്ഛന്മാരൊക്കെ ഉണ്ടാവും, മിത്രന്മാരൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ സഭയിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ സഭ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സത്യത്തിൽ സഭയിൽ ആരൊക്കെയുണ്ട് എന്ന് ഇത് ഈ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, സഭയിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത് എങ്ങനെയാണ്? 3 വിഭാഗങ്ങളിലെ ആളുകൾ ഉൾച്ചേർന്നിരിക്കുന്ന കൂട്ടായ്മയാണ് സഭ. കമ്മ്യൂണിയൻ, കൂട്ടായ്മയാണ്. 3 വിഭാഗങ്ങളിലെ ആളുകൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്, സ്ഥലമാണ്, ഭവനമാണ്. അഥവാ 3 നിലകളുള്ള ഒരു വീടാണ്, 3 മുറികളുള്ള ഒരു ഭവനമാണ് തിരുസഭ എന്ന് പറയുന്നത്. ഏതൊക്കെയാണത് അറിയാമോ? നമുക്കറിയാം, ചിലർക്ക് പറയാൻ തോന്നുന്നുണ്ടാവുമായിരിക്കും, മ്യൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ട് പറയാൻ പറ്റും. അതിതാണ് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്: സമരസഭ, സഹനസഭ, വിജയസഭ. സഹനസഭ, സമരസഭ, സഹനസഭ, വിജയസഭ. എന്താണത്? സമരസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രഗിളിങ് ചർച്ച്, അഥവാ യുദ്ധത്തിലായിരിക്കും, സമരത്തിലായിരിക്കും സഭ. അതെന്താണ്? നമ്മളിങ്ങനെ സമരം ചെയ്യാൻ വേണ്ടി പോകുന്ന, അതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം? അല്ല. സമരസഭ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശ്രദ്ധിക്കണം. ഇങ്ങനെയാണത്: പാപത്തിനും പിശാചിനുമെതിരെ, ശ്രദ്ധിച്ച് കേൾക്കണം, 2 കാര്യങ്ങൾ. പാപത്തിനും പിശാചിനുമെതിരെ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് നിരന്തര സമരത്തിലായിരിക്കുന്ന സഭയുടെ വിഭാഗമാണ് സമരസഭ എന്ന് പറയുന്നത്. ഈ ഭൂമിയിലായിരിക്കുന്നു, അവർ 2 കാര്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ഇതിനൊക്കെ പിശാചിനും പാപത്തിനും എതിരെ. എങ്ങനെ യുദ്ധം ചെയ്യുന്നു? നിരന്തര സമരത്തിൽ, സ്ട്രഗിളിലായിരിക്കുന്നു. ഇതിന് വെക്കേഷൻ ഒന്നുമില്ല. കുറച്ച് നാൾ പിശാചിനോട് യുദ്ധം ചെയ്ത് ഇനിയിപ്പോൾ വിശാലമായിട്ട് ചെയ്യില്ല. എപ്പോഴും പിശാച് പ്രവർത്തനനിരതനാണ്. പിശാച് എല്ലാ കാര്യത്തിലും, സഭയിലും, സഭയെക്കുറിച്ച് പറയുന്നിടത്തും, സഭയ്ക്കകത്തുന്ന ആളുകളെ ഭിന്നിപ്പിക്കാനും അങ്ങനെ പാപത്തിലേക്ക് മനുഷ്യനെ നയിക്കാനും ഒക്കെ ആയിട്ട് പിശാച് ഭയങ്കരമായിട്ട് പ്രവർത്തനം. നമ്മളിങ്ങനെ കുശാലായിട്ട് ഇരിക്കുകയാണ്, പിശാച് പ്രവർത്തനനിരതൻ. അപ്പൊ നോക്ക്, അതിനെതിരെ നിരന്തരം പടവെട്ടാനുള്ള കടമ നമുക്കുണ്ട്. പടവെട്ടാനുള്ള കടമ. അങ്ങനെ ചെയ്യുന്ന ഈ ഭൂമിയിലായിരിക്കുന്ന വിഭാഗമാണ് ഈ പറയുന്ന സമരസഭ. സമരസഭ. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അത് സഹനസഭയാണ്, സഫറിങ് ചർച്ചാണ്. അവര് ആണ് ശുദ്ധീകരണ സ്ഥലത്തിലെ സഭ. ശുദ്ധീകരണ സ്ഥലത്തിലെ സഭ. ശുദ്ധീകരണ സ്ഥലത്തില് ആരൊക്കെയാണുള്ളത്? പലപ്പോഴും നമ്മൾ വിചാരിക്കാറുള്ളതാണ് ചെറിയ പാപം ചെയ്ത് മരിച്ചു പോയതെന്നൊക്കെയാണ് നമ്മൾ. അല്ല, പാപത്തിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിശദമായി പറയണ്ട, ഞാൻ അടുത്ത വർഷം കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കും. പാപത്തിന്റെ മോചനം ലഭിച്ചവര് സത്യത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലാണ്. പാപത്തിന്റെ മോചനം ലഭിച്ചവരും എന്നാൽ അതിന്റെ കാലിക ശിക്ഷ പൂർത്തിയാക്കാത്തവരും. എല്ലാ പാപത്തിനും പാപമോചനം മാത്രം പോരാ, 2 കാര്യങ്ങൾ വേണം. പാപം ചെയ്താൽ, പാപം വന്നു പോയാൽ 2 കാര്യങ്ങൾ: ഒന്ന് പാപമോചനം വേണം, 2 അതിന്റെ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനം വേണം. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷയുണ്ട്, എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട്. ചിലപ്പോഴൊക്കെ ആളുകൾ വിചാരിക്കാറില്ലേ പാപം ചെയ്താൽ ഒന്ന് സംസാരിച്ചാൽ മതിയല്ലോ. നോ, എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട്. ശിക്ഷ 2 തരം ശിക്ഷകളുണ്ട്. ഒന്ന് നിത്യശിക്ഷയാണ്. നിത്യശിക്ഷ എന്ന് പറയുന്നത് നരകമാണ്. അവിടേക്ക് പോയാൽ പിന്നെ തിരിച്ചുവരവില്ല, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. ഈ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന് പറയുന്ന വിഘടിത ഗ്രൂപ്പ്, അവര് ഈ ഒരു ഡോക്ടറിനെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നരകത്തിൽ പോയ ആത്മാക്കളെയൊക്കെ മാമോസ മുക്കി മാനസാന്തരപ്പെടുത്തി. കാരണം നരകത്തിൽ അവർ വല്ലാതെ കഷ്ടപ്പെട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ മാമോസ മുക്കി സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് അവർ തന്നെ അവതരിപ്പിക്കുന്നത്. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല, നിത്യശിക്ഷയിലേക്ക് പോയി. 2 താൽക്കാലിക ശിക്ഷയാണ്, ടെമ്പറൽ പണിഷ്മെന്റ് എന്ന് പറയും. താൽക്കാലിക ശിക്ഷ പൂർത്തിയാക്കുന്ന സ്ഥലമാണ് ഈ ശുദ്ധീകരണ സ്ഥലം. താൽക്കാലിക എന്താ ദൈവം പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അതെങ്ങനെ ശരിയാവും? ക്ഷമിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു കൊച്ച് ഒരു സാധനം പഠിച്ചു കഴിഞ്ഞപ്പം അപ്പൻ ഇങ്ങനെ പോട്ടെ സാരല്ലാതെ ക്ഷമിക്കുകയും പിന്നെ ചെന്ന് വടിയെടുത്ത് തല്ലുകയും കൂടി ചെയ്യും. എന്താണത്? സത്യത്തിൽ ഈ ശിക്ഷ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ശിക്ഷ പോലും അല്ല. അതിനെ ശിക്ഷ എന്ന് വിളിക്കാമെങ്കിലും സത്യത്തിൽ അത് ശിക്ഷയല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരു ചേട്ടൻ ഇങ്ങനെ രാവിലെ ചേർത്തിയോട് നല്ല വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നീ ഞാനിപ്പോ ശരിപ്പുറത്തൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വാക്ക് അരുവാളൊക്കെ എടുത്തിട്ടെങ്കിൽ എന്നിട്ട് ചേട്ടൻ പുല്ല് വെട്ടാൻ പോയിട്ട് ഇങ്ങനെ പുല്ലൊക്കെ വെട്ടി തല ചുവന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരിക. അങ്ങനെ വരുന്ന വഴിക്കാണ് പള്ളി. അപ്പം ചേട്ടൻ നോക്കിയ പള്ളി, അച്ഛനോട് കയറി 2 പറഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. ചേട്ടൻ അങ്ങോട്ട് കയറി എന്നിട്ട് ബെല്ലൊക്കെ അടിച്ചു. ബെല്ലടിച്ചപ്പോൾ അച്ഛനൊന്നുമില്ല. ചേട്ടൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ചേട്ടൻ എന്ത് ചെയ്തു? ചേട്ടൻ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ഒരു മാവ് അവിടെ നിൽക്കുന്നു. അച്ഛൻ നട്ടു വളർത്തി എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തുന്ന മാവാണ്. അച്ഛൻ്റെ ഒരു മാവ് എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ വാക്ക് ചെയ്ത് വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് അങ്ങ് വീട്ടിലോട്ട് പോയി പുല്ല് കൊടുത്തിട്ട്. അതുകൊണ്ട് ചേട്ടൻ പുല്ലൊക്കെ പശുവിന് കൊടുത്തിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെ വരുമ്പം ചേർത്തി രാവിലത്തെ വഴക്കിന്റെ കാര്യമൊക്കെ മറന്നുപോയായിരുന്നു. ചേർത്തി പറഞ്ഞു, ചേട്ടാ നല്ല കപ്പ ബിരിയാണിക്ക് ഉണ്ടാക്കിച്ചിട്ടുണ്ട്, വായോ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചു. കേട്ട പാടെ ചേട്ടൻ ആണോടി എന്നാ അതേ വന്നെ എന്ന് പറഞ്ഞിട്ട് ആ കേട്ടിട്ട് കയ്യൊക്കെ കയറ്റി എന്നിട്ട് കപ്പയെ കഴിച്ചോണ്ടിരിക്കുന്ന നേരത്താണ് ചേട്ടൻ വന്നത്. ദൈവമേ, അച്ഛന്റെ മാവ് ഞാൻ എന്താ കാണിച്ചത്?
ചേട്ടൻ അവിടെ നിന്ന് പെട്ടെന്ന് കയ്യൊക്കെ ഇട്ട് ഓടി പള്ളി ചെല്ലുമ്പം അച്ഛൻ അവിടെ ഇങ്ങനെ ആടിക്ക് കൈ കൊടുത്ത് നിൽക്കുന്നുണ്ട് മാവിന്റെ മുമ്പിൽ. അപ്പൊ ചേട്ടൻ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം അച്ഛാ, തെറ്റിപ്പോയ അച്ഛൻ, ഞാൻ ആ നേരത്തെ എനിക്കങ്ങോട്ട് നിയന്ത്രണം വിട്ടിട്ട് ഞാൻ അച്ഛനെ കാണാൻ വന്ന അന്നേരം കണ്ടില്ല, അപ്പൊ എനിക്കങ്ങ് നിയന്ത്രണം വിട്ട് ഞാൻ വെട്ടിക്കളഞ്ഞതാ അച്ഛാ. അച്ഛൻ പറഞ്ഞു, നന്നായി, ഏതായാലും ഞാനില്ലാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ അച്ഛൻ, ആ സാരമില്ല പോട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ ക്ഷമിച്ചു. അച്ഛൻ പറഞ്ഞു, പോട്ടെ സാരമില്ല എന്നില്ലാട്ടെ. ശ്രദ്ധിക്കുക, അച്ഛൻ അത് ക്ഷമിച്ചു. പക്ഷേ ആ മുറിച്ചു കളഞ്ഞ മാവ് അവിടെ തിരിച്ചു വന്നോ? ഇല്ല. ആ മാവിന്റെ അഭാവം ആ പള്ളിപ്പറമ്പിലുണ്ട്. ഇനി നല്ലൊരു ചേട്ടാണ്, ഈ ചേട്ടൻ എന്ത് ചെയ്യും? ആ ചേട്ടൻ സൊസൈറ്റി പോയിട്ട് ഒരു പുതിയ മാവ് മേടിച്ചുകൊണ്ടെന്ന് അവിടെ നട്ട് എല്ലാ ദിവസവും പോയി എന്നെ നനയ്ക്കും, പഴയ പോലെ ആക്കും, പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കും. സത്യത്തിൽ ഒരു ശിക്ഷയാണോ? ശിക്ഷയാണെന്ന് വേണേ പറയാം. എന്നാ ശിക്ഷയാണോ? സത്യത്തിൽ അത് അദ്ദേഹം ഒരു ആത്മനിർവൃതിയോടെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതാണ് താൽക്കാലിക ശിക്ഷയുടെ സ്വഭാവം. ശുദ്ധീകരണ സ്ഥലത്തിലെ പ്രത്യേകത ഏതാണ്? ശുദ്ധീകരണ സ്ഥലത്തിലും നരകത്തിലും ഏതാണ്ട് സമാനമായ ത്യാഗങ്ങളാണ് നടക്കുന്നത്, വേദനയാണ് സംഭവിക്കുന്നത്. പക്ഷേ നരകത്തിൽ എങ്ങനെയാണ്? അവിടെ വിലാപവും പല്ലുകടിയായിരിക്കും, നിരാശ, ദൈവത്തെ ശപിച്ച് സകലതയും തള്ളിക്കളഞ്ഞ് ഇതിന് അവസാനവും ഇല്ല. അതാണ് അവിടെ. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തോ അതേ വേദനകളൊക്കെയാണ്. പക്ഷേ കർത്താവ്, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടും എന്നോട് ക്ഷമിച്ചല്ലോ, ഇത് കഴിയുമ്പോൾ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാമല്ലോ, പ്രത്യാശയോടെ, ആനന്ദത്തോടെ, സമാധാനത്തോടെ, ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് കൃതജ്ഞതയോടെ അനുഭവിക്കുന്ന സഹനമാണ് ശുദ്ധീകരണ സ്ഥലം. അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മൂന്നാമത്തെ വിഭാഗം ആരാണ്? അത് സ്വർഗീയ സഭയാണ്, അത് വിജയസഭയാണ്, ഗ്ലോറിയസ് ചർച്ചാണ്, വിക്ടോറിയസ് ചർച്ചാണ്. അവരാരാണ്? രക്തസാക്ഷികളും വിശുദ്ധരുമാണ്. ഇവര് മൂന്നും കൂടെ കൂടുന്നതാണ് തിരുസഭ. ശ്രദ്ധിക്കണം, ഈ മൂന്നൂടെ കൂടുന്നതാണ് തിരുസഭ. ഇതിനകത്ത് ഏറ്റവും ചെറിയ ഭാഗം ഏതായിരിക്കും? അത് നമ്മളായിരിക്കും. കാരണം ഈ ഭൂമിയിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ ആ സഭയിൽ. അതേസമയം മറ്റു രണ്ട് സ്ഥലത്തുമോ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മുഴുവനും സഹസ്രാബ്ദങ്ങളിൽ ജീവിച്ച് കടന്നുപോയ വിശുദ്ധ രക്തസാക്ഷികളും ആളുകളും ഉൾച്ചേർന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സഭ എന്നൊക്കെ ചുമ്മാ ചാടിക്കരയെന്ന് പറയുമ്പോണ്ടല്ലോ, സൂക്ഷിക്കണം, നമ്മൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിയാ പറയണേ. ഈ സഭയിൽ നിന്ന് വിഘടിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ഓർക്കണം, ഞാൻ ആ സഭയുടെയും കൂടെ കൂട്ടത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഇത് മൂന്നോട് കൂടുന്ന ഒരൊറ്റ ഭവനമാണ് തിരുസഭ. ഈ ഒരൊറ്റ ഭവനത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോയാൽ പിന്നെയുള്ള നരകം മാത്രമാണ് ബാക്കിയിരിക്കുന്ന നരകം മാത്രമാണ്. ഇവിടെ നിന്ന് വലിയ വീറോടുകൂടെ തിരുസഭയ്ക്കെതിരെ സംസാരിക്കുകയും തിരുസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും വിഘടിത ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഉപജീവനം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം, നശിപ്പിച്ചു കളയുന്നത് സ്വർഗരാജ്യ പ്രവേശനമാണെന്ന് ഓർക്കണം. സ്വർഗരാജ്യം ഈ ഭൂമിയിലെ സഭയിൽ, സമരസഭയിൽ സ്ഥാപിക്കപ്പെടുകയും ശുദ്ധീകരണ സഭയിലൂടെ പ്യൂരിഫൈ ചെയ്യപ്പെടുകയും സ്വർഗീയ സഭയിൽ വിരാജിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ സഭയിലേക്ക് പ്രവേശിക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയ രഹസ്യമാണ്. നമ്മളിന്ന് പഠിച്ച കാര്യം, പരിശുദ്ധ സഭ ദൈവരാജ്യമാണ്, സ്വർഗരാജ്യത്തിന്റെ കൂട്ടായ്മയാണ് എന്നുള്ള രഹസ്യമാണ്. ദൈവം അതിലേക്ക് നമ്മെ ആനയിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുറന്നുള്ളൊരു 5 മിനിറ്റ് 8 മിനിറ്റ് സമയം എടുക്കാം അല്ലേ? എന്റെ ചോദ്യം ഇതാണ്, നമ്മളെപ്പം വിജയസഭയിൽ എത്തും? അതായത് റിച്ച് മാൻ ആൻഡ് ലാസർ എന്ന ഉപമയില് ലാസർ അവസാനം അബ്രാഹത്തിന്റെ മടിയിൽ ഇരിക്കുന്നുണ്ടല്ലോ, അത് പർഗേറ്ററി ആണോ അതോ ഹെവൻ ആണോ? അതോ ഈശോയുടെ രണ്ടാം വരവിൽ മാത്രമേ എല്ലാവരും ഹെവനിൽ എത്തത്തുള്ളൂ? അതോ സെയിൻസ് ഒക്കെ ഇപ്പൊ ഓൾറെഡി ഹെവനിൽ എത്തിയോ? ഓൾറെഡി വിജയസഭയുടെ ഭാഗമാണോ? അതൊന്ന് ക്ലാരിഫൈ. ഇത് നമ്മള് സ്വർഗത്തെ കുറിച്ച് പറയാൻ സ്ഥലത്ത് നമ്മൾ കൂടുതൽ വിശദീകരിക്കും. എന്നാലും ഞാനൊരു കാര്യം മാത്രമേ ചോദ്യത്തിന്റെ കീ ഇതാണ്, എപ്പോൾ സ്വർഗത്തിലെത്തുമെന്നാണ്. എപ്പോൾ എന്ന ചോദ്യം സമയവുമായി ബന്ധപ്പെട്ടതാണ്. മുൻപ്, പിൻപ്, ശേഷം, ആദ്യം, പിന്നീട് തുടങ്ങിയ പദങ്ങളൊക്കെ സമയവുമായി ബന്ധപ്പെട്ടാണ്. ഏത് സമയത്ത് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിനൊരു പ്രശ്നമുണ്ട്. എന്നാന്നറിയാമോ? സമയം എന്ന് പറയുന്ന കാര്യം സത്യത്തിൽ എവിടെയാ ഉള്ളത്? ഈ ഭൂമിയിലാണ്, ഈ പ്രപഞ്ചത്തിലാണ് സമയമുള്ളത്. എന്തുകൊണ്ടാണ്? സമയം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ സമയം അളക്കുന്നത് എങ്ങനെയാണ്? ഭൂമി സൂര്യനെ വലം വെക്കുന്നതിനെ മുറിക്കുന്നതാണ് സമയം, അല്ലെ? വർഷം, ദിവസം 24 മുറിക്കുന്നു, അതിനെ നമ്മൾ വീണ്ടും 60 മുറിക്കുന്നു. ഓരോ 24ന്റെ ഓരോ കഷ്ണത്തെയും 24 മണിക്കൂറിനെ 60 മുറിക്കുന്നു, പിന്നെ അതിനെ 60 മുറിക്കുന്നു. അങ്ങനെ അതിനെയാണ് സമയം എന്ന് പറയുന്നത്. ഇനി മരണശേഷം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത് ദൈവത്തിന്റെ രാജ്യത്തിലേക്കാണ്. ആ രാജ്യത്തിന് സമയമില്ല, അഥവാ 2 തരം സമയം ഉണ്ടെന്ന് പറയാം. ഈ ഭൂമിയിലുള്ള സമയത്തെ വിളിക്കുന്ന പേര് ക്രോണോസ് എന്നാണ്, ക്രോണോളജിക്കൽ ടൈം, അഥവാ ഒന്നിനു ശേഷം മറ്റൊന്ന് കടന്നു വരുന്ന ആ സമയം, നിമിഷങ്ങൾക്കപ്പുറം നിമിഷങ്ങൾ വരുന്ന സമയമാണ് ഭൂമിയിലെ സമയം. എന്നാൽ സ്വർഗത്തിലെ സമയം, സ്വർഗീയ സമയം എന്നൊരു സമയമുണ്ട്, അതിനെ വിളിക്കുന്ന കൈറോസ് എന്നാണ്. ജിസിയുസിന്റെ ഒരു മാഗസിൻ ഉണ്ട്, കൈറോസ് എന്ന് പറയുന്നത്, സ്വർഗീയ സമയം എന്നാണ്. എന്താണ് കൈറോസ്? അത് നിത്യതയാണ്. അപ്പോൾ മരണശേഷം നമ്മൾ പ്രവേശിക്കുന്നത് ദൈവത്തിന്റെ നിത്യതയുടെ ടൈമിലേക്കാണ്. നിത്യതയുടെ പ്രത്യേകത എന്താണ്? ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആർ യുണൈറ്റഡ് ഇൻ ദ പ്രസന്റ്.
ഭൂതകാലവും ഭാവി കാലവും വർത്തമാനത്തിൽ യുണൈറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈശോയെക്കുറിച്ച് അവിടുന്ന് അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അവിടെ നിത്യതയാണുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മരിച്ച ശേഷം ഒരാളെ സംബന്ധിച്ച് നിത്യതയുടെ പെർസ്പെക്റ്റീവിലാണ് അത് കാണേണ്ടത്. അപ്പോ അതിന് ശേഷമാണോ ഏത് സമയത്താണെന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനകത്ത് തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇനി നമ്മുടെ കാഴ്ചപ്പാടിൽ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, രക്തസാക്ഷിയാവുകയാണെങ്കിൽ ആ വ്യക്തി നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു, ആത്മാവ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി അത് പൂർത്തിയാകുന്ന ഒരു സമയമുണ്ട്. അതിനെക്കുറിച്ച് CCC പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ആത്മാവ് മരണശേഷം ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ഈ ശരീരം ആത്മാവിനോട് സംയോജിക്കുന്നു, മഹത്വീകൃത ശരീരം സംയോജിക്കുന്നു, പൂർണ്ണമാകും. ഇതാണ് എർത്തിലെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. പക്ഷെ ശരിക്കും അതിന്റെ ഒരു ദൈവിക വശത്തു നിന്ന് നോക്കുമ്പം ഈ സമയത്തിന്റെ അഭാവം എന്ന് പറയുന്ന കാര്യം കൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ശംശയ്ക്ക് സ്വീകരിക്കട്ടെ അച്ഛോ. ഞാൻ ചോദിച്ചു, ഇപ്പൊ അച്ഛൻ ഒരു പറഞ്ഞത്, അതായത് ഈ സഭയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നരക ഇതിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കത്തോലിക്ക സഭയുമായിട്ട് വിഘടിച്ച് നിൽക്കുന്ന അപ്പോസ്തലിക സഭ തന്നെ നോക്കിയെടുത്ത മർത്തോമയോ ഓർത്തഡോക്സോ അങ്ങനെയുള്ള സഭകൾ, അപ്പൊ അവിടെയുള്ള ഒരാള് ഇതിനെ എങ്ങനെയായിരിക്കും കാണുന്നത്? ഇതിനകത്തൊരു കാര്യമുണ്ട്. സഭയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ എന്ത് കാരണത്താൽ എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ്. സഭയിൽ നിന്ന് വിട്ടുപോകുന്ന പറയുമ്പോൾ സഭയെ നിഷേധിച്ചു പോകുന്നത് കൊണ്ടാണോ, അജ്ഞത കൊണ്ടാണോ, സ്വന്തം സ്വാർത്ഥ കാരണത്താലാണോ, ഇനി ആ ആളുടേതല്ലാത്ത കാരണത്താലാണ്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പസ്തോലിക ഒരു വിഭാഗത്തിൽ അംഗമായിരിക്കുന്ന ഒരാൾ അവിടെ ജനിച്ചു, അയാൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണവും നടത്താനായിട്ട് ശ്രമിക്കുന്നില്ല, അങ്ങനെ തുടങ്ങാൻ വിവിധ കാരണങ്ങളാലായിരിക്കും സഭയിൽ നിന്ന് അകന്നു പോകുന്നത്. ഇനി സഭയിലായിരിക്കുക എന്നുള്ളതാണ് സ്വർഗരാജ്യത്തിന്റെ അടിത്തറ. ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ഈശോ പറഞ്ഞ എന്താണ്? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കൂ, മാമോസം നൽകൂ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വചനം അങ്ങനെയാണ്, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ ആക്ട് മാത്രം, പ്രവൃത്തി മാത്രമല്ല, അത് ഈ ദൈവരാജ്യത്തെ കുറിച്ചും പറയേണ്ടതാണ്. ദൈവരാജ്യം ഒരു പ്രവൃത്തി പദമാണ് എന്ന് നമ്മൾ പറയും. ഞാൻ അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കാൻ പോയില്ല, സമയമില്ലാത്തതുകൊണ്ട്. ദൈവരാജ്യം എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി പദമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സൂചിപ്പിക്കും. എന്താ പറയാ, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയുടെ കാര്യം കൂടിയാണ്. അഥവാ ആ വിശ്വാസത്തിന്റെ കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് അത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആധികാരികമായി പറയാവുന്ന ഒരു കാര്യം, നമ്മൾ അതിനെ വളരെ സൂക്ഷിച്ച് വിവേകത്തോടുകൂടി നമുക്ക് പറയാവുന്ന ഒരു കാര്യം, രക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാണ് പരിശുദ്ധ സഭയെന്നാണ്. ഇനി നമുക്ക് പിന്നെ പറയാവുന്ന എന്താണ്? സ്വന്തം പ്രബോധനങ്ങളുമായി സഭ വിട്ടു പോകുന്നവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്നത് അതിഗുരുതരമായ പാപമാണ്, സ്വർഗരാജ്യത്തിൽ നിന്ന് അവരെ അകറ്റുന്നതാണ് എന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ വിവിധ വശങ്ങളെ കൂട്ടിച്ചേർത്ത് വെച്ച് പറയേണ്ടതാണ്. പലപ്പോഴും സഭ അതിനെക്കുറിച്ച് അങ്ങനെ നമുക്കറിയാമല്ലോ, ഒരാൾ സ്വർഗത്തിലേക്ക് പോകുന്ന നമുക്ക് ആധികാരികമായി സഭ എപ്പോഴും പറയാറുണ്ട്, അത് വിശുദ്ധരെ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ നരകസന്തതി എന്ന് പറഞ്ഞ സഭ ആരെയും ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യാറില്ല. പിന്നെ ആൾ നരകത്തിലാണെന്ന് ഡിക്ലെയർ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യാശയുടെ അവസാനത്തെ ഒരു കണിക അത് ദൈവത്തിന് അങ്ങ് റിസർവ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ആളുടെ ഉള്ള് അജ്ഞത, ബോധ്യങ്ങൾ, അതൊരുപക്ഷെ ബോധ്യത്തിന്റെ അഭാവം, തെറ്റിദ്ധാരണ, ഒരുപക്ഷെ മരണസമയത്തുണ്ടാകുന്ന മാനസാന്തരം, തിരിച്ചറിവുകൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ, ദൈവത്തിന് മാത്രം സമീപിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുടെ മുൻപിൽ വിനീതരായി നിന്നുകൊണ്ട് സഭ ഒരു കാര്യം മാത്രം പറയും: രക്ഷയുടെ സുനിശ്ചിത മാർഗം, രക്ഷയുടെ ഉറപ്പുള്ള മാർഗം സഭയാണ്, ഏകരക്ഷകൻ ക്രിസ്തുവുമാണ്. ഏകരക്ഷാ മാർഗം സഭയാണ്, ഏകരക്ഷകൻ ക്രിസ്തുവുമാണ് എന്ന് നമുക്ക് പറയാം. തൽക്കാലം അതിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നതായിരിക്കും കുറെ കൂടെ ഉചിതമായിരിക്കുന്നു, കുറെ കൂടെ മാനുഷികമായ പെർസ്പെക്റ്റീവിൽ. പേഴ്സൺ ടു പേഴ്സൺ ആണെങ്കിൽ വളരെ വ്യക്തതയോടുകൂടെ പറയാനുണ്ട്. ഞാൻ പലപ്പോഴും ഈ എംപറർ ഇമ്മാനുവലൊക്കെ ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന വാക്യം ഇപ്പൊ ഞാൻ ഇതിനകത്ത് കണ്ടതാണ്. ലൂക്ക 12:32 മിശിഹായുടെ ചെറിയ അജഗണത്തിൽ എണ്ണപ്പെടുന്നവർ എന്ന് പറയുന്നത്, അവര് ചില നമ്പരൊക്കെ പറയുന്നുണ്ട്, ഇത്ര പേരെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അത് ഈ ചെറിയ അജഗണത്തെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും? അതായത് ചെറിയ അജഗണം എന്ന് ഈശോ വിളിച്ചതിന് 2-3 സാഹചര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സത്യമാണ്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സദ്വാർത്തയാണ് അതെങ്കിലും ദൈവം നൽകുന്നത് ക്ഷണമാണ് എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. ദാറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ. കർത്താവ് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്, ആരെയും പിടിച്ചുകൊണ്ട് പോകുന്നില്ല.
അതുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കുന്നവൻ, പിതാവ് ആകർഷിക്കുമ്പോൾ ആ ആകർഷണത്തോട് വിധേയപ്പെടുന്നവർക്കുള്ളതാണ്, തന്നോട് കൂട്ടിച്ചേർക്കും. അപ്പൊ എപ്പോഴും സഭ ലോകത്തിൽ ഒരു ചെറിയ അജഗണം തന്നെയാണ് എന്നുള്ളതാണ് സത്യം. അത് എല്ലാ അർത്ഥത്തിലും, അതിന്റെ നമ്പറിന്റെ കാര്യത്തിലാണേലും ഒരുപക്ഷെ ഇവൻ അത് ഒരു മജോറിറ്റി ആകാം, അല്ലെ അതിനെ കുറെ കൂടെ വിശുദ്ധിയുടെ അർത്ഥത്തിൽ എടുത്താലും അതൊരു ചെറിയ അജഗണമാണ്. ഈശോ അതുകൊണ്ട് എന്താ പറയാ, അതിന്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ധ്വനി എന്ന് പറയുന്നത് ഭൗതികമായ അധികാരത്തോടെ മേൽക്കോയ്മ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘമൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭരണകൂടമൊന്നുമല്ല. പകരം വിനീതദാസരാകുന്ന ഒരു കൂട്ടം ആളുകളുടെ ചെറിയൊരു പങ്കാണ്, ചെറിയൊരു സഭയാണ് എന്നത് ആണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം, സഭയെന്ന് പറയുന്നത് അത് ദൈവരാജ്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു പരിധി വരെ സാധുക്കളായിരിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ എന്നാണ് അതിന്റെ അർത്ഥം, ചെറിയ അജഗണം എന്ന് പറയും. രണ്ടാമത്തേത്, എല്ലാവരും ക്ഷണിക്കപ്പെടുന്നു, പക്ഷെ എല്ലാവരും അത് സ്വീകരിക്കുന്നില്ല എന്നുള്ള ഈശോയുടെ വിലാപവും കൂടി ആ ചെറിയ അജഗണം എന്നുള്ളതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈശോ പറഞ്ഞ ഒരു കാര്യമാണ്, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് ഈശോ കൊടുക്കുന്ന ഉത്തരം ഇതാണ്: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം കൂടി ഒരു പശ്ചാത്തലത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്നൊക്കെ പറയും. നിങ്ങൾ ഈ ലോകത്തോട് പടവെട്ടുന്ന ചെറിയൊരു അജഗണമാണ്. അതായത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടിനെ പറഞ്ഞു വിട്ടതുപോലെ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു അജഗണമാണ് നിങ്ങൾ. എന്നും അങ്ങനെയാണ് ലോകത്ത് നമ്മൾ ഇന്നുവരെ കണ്ടേക്കുന്ന മുഴുവൻ അങ്ങനെയാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട എന്ന് ഈശോ പറയാൻ വേണ്ടിയിട്ടാണ് ചെറിയ അജഗണമേ എന്നൊക്കെ വിളിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ചെറുതായിട്ടിരിക്കണം എന്ന് ഈശോ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. ഇനി എംബർ ഇമ്മാനുവേലുകാര് വെളിപാട് പുസ്തകത്തിനകത്തുള്ള ചില കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. വെളിപാട് പുസ്തകത്തിനകത്ത് 144 തുടങ്ങുന്ന നമ്പറുകൾ 1,44,000 ആൾക്കാരില്ലാതെ വെള്ളവസ്ത്രം ധരിച്ച് ഇതിനകത്ത് പേടകത്തിൽ പ്രവേശിച്ചിരിക്കുന്ന കുറച്ച് പേരല്ലാണ്ട് വേറെ രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് അവരതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. വെളിപാട് പുസ്തകത്തെക്കുറിച്ച് ഒരുപക്ഷെ ദൈവം പറയുമ്പോൾ എന്തായാലും പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് ഉള്ള ഒരു പ്രോപ്പർ ഇന്റർപ്രിട്ടേഷന്റെ ഒരു പ്രബോധനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആധികാരികമായി വളരെ ദൈർഘ്യമായി നടത്തേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കാരണം അതിനകത്തുനിന്ന് എല്ലാ സെക്റ്റുകളും ഉണ്ടാകുന്നത്. വെളിപാട് പുസ്തകം അത് അപ്പക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപമാണ്. അപ്പൊ അതിന്റെ ഉള്ളർത്ഥം എന്താണ്, എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുകയൊക്കെ ചെയ്യപ്പെടണം. എന്നാലാണ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത സകല സെക്റ്റുകളും ഉണ്ടാകുന്നത്. എല്ലാ സെക്റ്റുകളും വെളിപാടിന്റെ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ടാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഈവൻ 666 എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ മുദ്ര പതിപ്പിക്കുന്നു. ഇതൊക്കെ മുഴുവൻ എന്താണെന്ന് ശരിക്കും അറിയേണ്ടതുണ്ട്. സമയം അതില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് അധികം പോകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതാണ് അതിന്റെ കാര്യം. സ്തുതിയായിരിക്കട്ടെ. ഞാൻ കുവൈറ്റിൽ നിന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്പം ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിനകത്ത് 43 പറയുന്നുണ്ട്, ദൈവരാജ്യം മുന്തിരിയുടെ ഉപമ പറഞ്ഞിട്ട്, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകും. ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും, ഇത് ആരുടെ മേൽ വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും. എൻ്റെ ചോദ്യം ഇതാണ്, അപ്പൊ ദൈവരാജ്യം ഈശോ വരുന്നതിന് മുമ്പേ ആ ഒരു കിങ്ഡം ഓഫ് ഗോഡ് ദൈവം ഓൾറെഡി ഉണ്ടോ? പിന്നെ ഈ കല്ലിൽ വീഴുന്നവൻ ധൂളിയായി പോകും എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു പൊരുൾ എന്താണ്? അത് വളരെ വലിയൊരു ഭയങ്കര ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചും പരസ്യത്തെക്കുറിച്ചും കുരിശുദ്ധാനത്തെക്കുറിച്ചും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ആ ചരിത്രത്തെക്കുറിച്ച് ഈശോ പറയുന്ന ഒരു ഉപമയാണ്. അതൊരു ഭയങ്കര ഞാൻ കുറച്ച് പറയുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, ഇസ്രായേലിലേക്ക് നൽകപ്പെടുകയും ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യപ്പെടുകയും എന്നിട്ട് സഭയിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ദൈവരാജ്യം എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവർക്കാണ്, ഇസ്രായേലിനാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത്, ആദ്യം വാഗ്ദാനം ചെയ്തത്. എന്നിട്ട് അതെന്തിനാ അവർക്ക് വാഗ്ദാനം ചെയ്തത്? അവരിലൂടെ മിശിഹ അവതരണനാകാനും മിശിഹ ലോകത്തിന് മുഴുവൻ രക്ഷ കൊടുക്കാനുമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതിനകത്തൊരു വലിയ പങ്കാളിത്തമുണ്ട്. അവരാണ് ആദ്യം ക്ഷണിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈ ദൈവരാജ്യത്തിന്റെ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയെക്കുറിച്ചൊക്കെ ഈശോ പറയുമ്പം മുന്തിരിത്തോട്ടം വെച്ചു പിടിപ്പിച്ചു, അത് ഇസ്രായേലിനെയാണ് വെച്ചു പിടിപ്പിച്ചു, അതിന് ചുറ്റുമതിൽ കെട്ടി, കോട്ട കെട്ടി. അപ്പൊ ദാവീദിന്റെ കോട്ടയൊക്കെ അവർക്ക് ഓർമ്മ വരും, ദാവീദിന്റെ രാജ്യത്തിന്റെ കോട്ടയൊക്കെ. അപ്പൊ അങ്ങനെ കോട്ടയെ കെട്ടി അവർ സംരക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവം ഇറങ്ങി വന്നു വിളവ് ചോദിക്കാനായിട്ട്, തന്റെ തോട്ടത്തിനകത്ത് വിളവിക്കും. അപ്പൊ അവരെന്ത് ചെയ്തു? ഭൃത്യന്മാരെ അയക്കപ്പെട്ട ഭൃത്യന്മാരെല്ലാം പ്രവാചകന്മാരാണ്. വന്ന പ്രവാചകന്മാര് ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ചു വന്നപ്പോ അവര് പ്രവാചകന്മാരെയൊക്കെ കൊന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ഈശോ പറയാണ്, ഏറ്റവും അവസാനം ഇനി എന്ത് ചെയ്യും? ആ കൂട്ടിലെ പുത്രനെയും അവൻ അയച്ചു. അപ്പോ ഇവരെല്ലാം കൂടെ പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ കൊന്നു കഴിഞ്ഞാൽ അവകാശം മുഴുവൻ നമ്മുടെ ആകും അന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവകാശിയാകുന്ന എന്നെയും കൂടെ കൊല്ലാൻ പോവുകയാണ് എന്ന് ഈശോ അവരോട് പറയുന്നതാണ്. ഈശോ അവർക്ക് കൊടുക്കുന്ന ശക്തമായ താക്കീതാണ്, ഞാനാണ് പുത്രൻ, ഞാനാണ് അവകാശി, ഇപ്പൊ നിങ്ങൾ എന്നെയും കൊല്ലും. ഈശോ നടത്തുന്ന ഒരു പ്രവചനം കൂടിയാണ്.
എന്നിട്ട് ഈശോ പറഞ്ഞു, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും? നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ദൈവരാജ്യം ദൈവം എടുത്ത് വേറെ ജനതയ്ക്ക് കൊടുക്കും. തിരുസഭയെ കുറിച്ചാണ് സംസാരിക്കുന്ന. സത്യത്തിൽ ഇസ്രായേലിനായിരുന്നു ശരിക്കും അത് കിട്ടേണ്ടിയിരുന്നത്. അവര് അത് കവർന്നെടുക്കാൻ ശ്രമിച്ചപ്പോ, ഉടമസ്ഥനായിരിക്കുന്ന പുത്രനെയും കൂടെ കൊല്ലാൻ ശ്രമിച്ച് അവകാശം സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പം ദൈവം അതെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന വിജാതിയിൽ ഉൾപ്പെടുന്ന സഭയ്ക്ക് നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് കർത്താവ് അതിന്റെ ആ മൂലക്കല്ല് ക്രിസ്തുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ശക്തിയെക്കുറിച്ച്, ദൈവരാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. അതിന്റെ മേൽ വീഴുന്നവൻ തകർന്നു, അതാരുടെ മേൽ വീഴുന്നു അത് ധൂളിയാക്കും എന്നൊക്കെ പറഞ്ഞു. അത് മാത്രം അധികാരത്തോടും ശക്തിയോടും കൂടെയാണ് ദൈവരാജ്യ സമാഗതമാകുന്നത്, പിതാവിന്റെ ദൈവരാജ്യ സംസ്ഥാപനം വരുന്നത്, അടിക്കല്ല് സ്ഥാപിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. വളരെ ഷോർട്ടായിട്ട് അങ്ങ് പറഞ്ഞേ. നമുക്കന്ന് ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. പ്രാർത്ഥന ചൊല്ലിയിട്ട് നമുക്ക് അവസാനിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങളുടെ ഓർമ്മയിലും മനസ്സിലും നിലനിൽക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധ കത്തോലിക്ക സഭ തന്റെ പരമാധികാരമോ സാധാരണ അധികാരമോ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവയെല്ലാം അവയെനിക്ക് ഗ്രാഹ്യങ്ങളാണെങ്കിലും അഗ്രാഹ്യങ്ങളാണെങ്കിലും ഞാൻ അവയെ പരിപൂർണമായും വിശ്വസിച്ച് സ്വീകരിച്ച് ആശ്ലേഷിക്കുന്നു. ആമേൻ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിച്ചോട്ടെ. 2 പുസ്തകങ്ങൾ നിങ്ങളോട് വായിക്കാനായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ, 3 പുസ്തകങ്ങൾ. ഒന്നാമത്തേത് ഞാൻ ഇന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ഒന്നാമത്തേത് ജീസസ് ഓഫ് നസറത്ത് എന്ന പുസ്തകത്തിന്റെ 1ാമത്തെ വോളിയം 3ാം അധ്യായം നിങ്ങൾ വായിക്കുന്ന നല്ലതാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് 1ാം വാല്യത്തിലെ ജീസസ് ഓഫ് നസറത്ത് ബെനഡിക്ട് മാർപ്പാപ്പയുടെയാണ്. 2ാമത്തേത് റിവ്യൂ ഓഫ് ദ പോസ്റ്റ് കൺസീലിയർ എറ ഫെയിലിയേഴ്സ് പാസ് ഹോപ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അത് പ്രിൻസിപ്പിൾസ് ഓഫ് കാത്തലിക് തിയോളജി എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ്. ഏതാണ് അതിന്റെ പുസ്തകം? പ്രിൻസിപ്പിൾസ് ഓഫ് കാത്തലിക് തിയോളജി എന്ന് പറയും. ഈ പുസ്തകത്തിന് എൻ്റെ കയ്യിലൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിനകത്ത് ഒപ്പിട്ടേക്കുന്നത് ബെനഡിക്ട് മാർപ്പാപ്പയാണ്. പാപ്പ ഒപ്പിട്ട് തന്ന പുസ്തകം. ഈ പുസ്തകത്തിനകത്തെ ആ ചാപ്റ്റർ അത് വായിക്കുന്ന നല്ലതാണ്. ബിൽഡിംഗ് സ്റ്റോൺസ് ഓഫ് എ ഫണ്ടമെന്റൽ തിയോളജി എന്നാണ് അതിന്റെ പേര്. ഇനി 3ാമത് ഒരു വളരെ പ്രധാനപ്പെട്ട നല്ലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം സ്നേഹത്തിൽ സത്യം പറഞ്ഞ 2ാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറഞ്ഞ പുസ്തകമാണ്. സ്നേഹത്തിൽ സത്യം പറഞ്ഞ 2ാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. അത് ബിജു ഓഫ് ഇമാക്കുലേറ്റ് മേരി എന്ന ഒരു വലിയ ശുശ്രൂഷനാണ്. അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽഷിപ്പിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. ബിജു ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് അദ്ദേഹം സ്വയം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ എഡിറ്റോറിയൽഷിപ്പാണ്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന മുഴുവനും വിവിധ സെമിനാരികളിലെ പ്രൊഫസേഴ്സാണ്. അപ്പൊ അതൊരു മലയാളം പുസ്തകമാണ്. ആ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന് അറിയിക്കുന്നു.